ഗുഡ് മോർണിംഗ് എവരിബഡി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ +1 ടെക്സ്റ്റിലെ യൂണിറ്റ് 2 ആണ്. അതായത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് യൂണിറ്റ് 2. അതിൽ 3 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. 3 ചാപ്റ്റർ ഉണ്ട്. മോർഫോളജി ഓഫ് ഫസ്റ്റ് വൺ ചാപ്റ്റർ 5 എന്ന് പറയുന്നത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ചാപ്റ്റർ 6 അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, പിന്നെ ചാപ്റ്റർ 7 സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. അങ്ങനെ 3 എണ്ണമാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട്, അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസും ഉണ്ട്. ഇതാണ് നിങ്ങളുടെ യൂണിറ്റ് 2. അപ്പോൾ ഞാനിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 5th ചാപ്റ്റർ ആണ്. ഓക്കെ, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പൊ ആക്ച്വലി എന്താണ് ഈ മോർഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് മോർഫോളജി? പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, എന്താണ് മോർഫോളജി? അപ്പൊ ഇങ്ങനെ കുറെ ടേംസ് ഉണ്ട്. മോർഫോളജി, ഫിസിയോളജി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ, അനാറ്റമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ടേംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ആക്ച്വലി ഈ മോർഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മോർഫോളജി എന്ന് പറയുമ്പോൾ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള മീൻസ് എന്താ പറയാ, നമുക്ക് വിസിബിൾ ആയിട്ട് ഇപ്പൊ നമുക്കൊരു ഒരു ട്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഇമേജ് ഇല്ലേ, അല്ലേ? ഒരു സ്റ്റെമ്മ്, അങ്ങനെ വലിയ കുറെ നല്ല വലിയൊരു സ്റ്റെമ്മൊക്കെ ആയിട്ട് കുറെ ലീവ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ട്രീ, അതാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഇമേജ്, അല്ലേ? ഇപ്പൊ ക്യാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഇമേജ് ഉണ്ട്, ക്യാറ്റിന്റെ ഒരു രൂപം. അതുപോലെ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് 2 കൈയും കാലും മുഖമൊക്കെ ഉള്ള ഒരു മനുഷ്യനെ നമുക്ക് സങ്കല്പിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള അവരുടെ ആ ഒരു സ്ട്രക്ചർ, അല്ലെങ്കിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള അവരുടെ എന്താ പറയാ, എക്സ്റ്റേണൽ ആയിട്ടുള്ള അവരുടെ കാര്യങ്ങളെയാണ് നമ്മൾ മോർഫോളജി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, മോർഫോളജി എന്താന്ന് ക്ലിയർ ആണല്ലോ. അപ്പൊ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അതായത് ഇപ്പൊ അവരുടെ ഒരു പ്ലാന്റ്സിനെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇപ്പൊ എന്തൊക്കെയായിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുക? സ്റ്റെമ്മ്, റൂട്ട്, ലീഫ്, ഫ്ലവർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഒരു അവർക്കൊരു സ്ട്രക്ചർ ഉണ്ട്, അല്ലേ? അപ്പോൾ നമ്മളിപ്പോ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ട്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതും അങ്ങനെ ഒരു ഇമേജ് അല്ലേ? അപ്പൊ ആ ഒരു മോർഫോളജിയെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പൊ എന്താ, ഫ്ലവർ ഇല്ലാത്ത കുറെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അതായത് നിങ്ങൾ മുന്നത്തെ യൂണിറ്റ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താ, പ്ലാന്റ് കിങ്ഡത്തിനെ ക്ലാസിഫൈ ചെയ്യുന്ന, അല്ലെ? ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ രീതിയിൽ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നില്ലേ, ഇല്ലേ? അപ്പോ അതില് നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? നിങ്ങൾ പഠിച്ച പോലെ ഏതാണ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയിട്ട് വരുന്നത്? ആൻജിയോസ്പേംസ് ഇല്ലേ? നമ്മുടെ ആൻജിയോസ്പേംസ് അല്ലേ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അല്ലേ? ആൻജിയോസ്പേംസ് ആണല്ലോ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോ ഇപ്പൊ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അപ്പൊ ആൻജിയോസ്പേംസിനെ പറ്റിയിട്ടാണ്. കാരണം ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ അടുത്ത് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. പിന്നെ ഒരു ടിപ്പിക്കൽ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതും ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. കാരണം ഒരു റൂട്ട് സിസ്റ്റം, പിന്നെ സ്റ്റെമ്മ്, പിന്നെ ബ്രാഞ്ചസ്, ലീഫ്, പിന്നെ ഫ്ലവർ, ഫ്രൂട്ട്സ്, അങ്ങനെ ഒരു നമ്മുടെ മനസ്സിലേക്ക് ഒരു ഇമേജ്, ഒരു ട്രീ, പ്ലാന്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഇമേജ് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ആണ്. അപ്പൊ നമ്മളിപ്പോ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അതായത് നമ്മുടെ ആൻജിയോസ്പേംസിന്റെ ഒരു മോർഫോളജിയെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അതെ, ആൻജിയോസ്പേംസ് ആണ് നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരുന്നു? ആൻജിയോസ്പേംസ് ആണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഈ മോർഫോളജിക്കൽ സ്ട്രക്ചർ ഓരോ പ്ലാന്റ്സിനും, ഇനിയിപ്പോ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എല്ലാവരും ഒരേപോലെയല്ല. ഇപ്പോ സ്റ്റെമ്മ്, അവരുടെ റൂട്ട്, അല്ലെങ്കിൽ അവരുടെ ലീഫിന്റെ സ്ട്രക്ചർ, ഇതൊക്കെ എല്ലാ ആൻജിയോസ്പേംസിലും അല്ലെങ്കിൽ എല്ലാ ഫ്ലവറിംഗ് പ്ലാന്റ്സിലും ഒരുപോലെയല്ല. അവർക്കൊക്കെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും ഡിഫറൻസ് എന്ന് പറയുന്നത് മേ ബി അവരുടെ എൻവിയോൺമെന്റ്, അവർ നിൽക്കുന്ന എൻവിയോൺമെന്റിനനുസരിച്ച് മാറാം. ഇപ്പോ ഒരു
ഡിസേർട്ടിലുള്ള ഒരു ചെടി, നല്ല മരുഭൂമിയിൽ നിൽക്കുന്ന ഒരു ചെടിയാന്ന് വിചാരിക്കും. അവരും നല്ല തണുപ്പ് സമയത്ത് അല്ലെങ്കിൽ തണുപ്പ് പ്രദേശത്തുള്ള ഒരു ചെടിയും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഉം. അവരുടെ എന്താ പറയാ, ആ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിൽ ജീവിക്കാനായിട്ട് അവർക്ക് കുറെ അഡാപ്റ്റേഷൻസ് വരും. ഇപ്പോ നമ്മള് ആനിമൽസിന്റെ കേസ് പറയുവാണെങ്കിൽ നമുക്കറിയാലോ, ഇപ്പൊ ക്യാമലിന് നമ്മളെക്കാ കട്ടിയുള്ള സ്കിന്നായിരിക്കും അവർക്ക് ഉണ്ടാവുക. കാരണം അവരെവിടെയാ, ഡെസേർട്ടിലാണ്. അതുപോലെ അവർക്ക് വെള്ളം ശേഖരിച്ച് വെക്കാൻ അവരുടെ പുറത്തൊരു ഹമ്പ് പോലൊരു സ്ഥലമില്ലേ. അപ്പൊ അത് അവരുടെ ആക്ച്വലി എന്താണ്, അഡാപ്റ്റേഷൻ ആണ് അല്ലെ. ആ ഒരു എൻവയോൺമെന്റുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള അവരുടെ ഒരു അഡാപ്റ്റേഷൻ അല്ലേ അത്. അതുപോലെ തന്നെയാണ് എന്തില്, പ്ലാന്റ്സിലാണെന്നുണ്ടെങ്കിൽ. ഇപ്പൊ ഡെസേർട്ട് പ്ലാന്റ്സ് എങ്ങനെയാണോ അതുപോലെയല്ല വേറൊരു കോൾഡ് ക്ലൈമറ്റിൽ വളരുന്ന പ്ലാന്റിന്റെ അഡാപ്റ്റേഷൻസ് വരിക. അപ്പൊ അത് അവരുടെ എൻവയോൺമെന്റിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല എന്ത്, എല്ലാ പ്ലാന്റ്സും ഒരുപോലെയാണ് അല്ലെങ്കിൽ എല്ലാ പ്ലാന്റ്സിന്റെയും സ്ട്രക്ചർ ഒരുപോലെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്ട്രക്ചർ ഒരുപോലെയാണ്, കാരണം റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ബ്രാഞ്ചസ്, ലീഫ്, ഫ്ലവർ, ഇതൊക്കെ ഒരുപോലെയാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ ചെമ്പരത്തിയുടെ ഫ്ലവർ പോലെയാണോ റോസിന്റെ ചെടി ഉണ്ടാവുക, ഫ്ലവർ ഉണ്ടാവുക? അല്ലല്ലോ. റോസിന്റെ സ്റ്റെം പോലെയാണോ മാംഗോന്റെ സ്റ്റെം ഉണ്ടാവുക? അല്ലല്ലോ, ഡിഫറൻസ് ഇല്ലേ. അപ്പൊ അങ്ങനെ ഓരോന്നും അവരുടെ എന്താ പറയാ, ഓരോ പ്ലാന്റുകളും ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഒരു മോർഫോളജിക്കൽ സ്ട്രക്ചർ, അതാണ് സെക്കൻഡ് ഇവിടെ കൊടുത്തിട്ടുള്ള പോയിന്റ്. അതായത് അവരുടെ മോർഫോളജിക്കൽ ഡിഫറൻസ് ഇൻ ദ മോർഫോളജിക്കൽ സ്ട്രക്ചർ ഇൻ ദ പ്ലാന്റ്സ് ഉണ്ട്. ഓക്കെ. അവരുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ മോർഫോളജി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഓരോ പ്ലാന്റിന്റെയും മോർഫോളജി ഡിഫറെന്റ് ആണ്. ഓക്കെ, അതാ പറയുന്നത്. ഇനി ഈ വേരിയേഷൻസ് അല്ലെങ്കിൽ ഡിഫറൻസ്, ഓരോ പ്ലാന്റ് പാർട്ടും ഡിഫറെന്റ് ആവാനുള്ള കാരണം എന്താണ്, അവരുടെ ഓരോ അഡാപ്റ്റേഷൻസിന് വേണ്ടിയിട്ട് ഒരു വേരിയസ് ഹാബിറ്ററ്റ്, അതാണ് ഞാൻ ഈ പറഞ്ഞത്. അവര് എൻവയോൺമെന്റ്, അവർ നിൽക്കുന്ന എൻവയോൺമെന്റ് അനുസരിച്ചിട്ട് അവർക്ക് ചേഞ്ചസ് വരും. അതുപോലെ അവർക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, ക്ലൈംബിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ സ്റ്റോറേജിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ ക്യാരറ്റിലുള്ള റൂട്ട്, ക്യാരറ്റിന്റെ റൂട്ടാണല്ലോ ആക്ച്വലി എന്ത്, നമ്മൾ എഡിബിൾ ആയിട്ട് ക്യാരറ്റ് എന്ന് പറഞ്ഞ് കഴിക്കുന്നത്. അതുപോലെ അല്ലല്ലോ നമ്മളിപ്പോ ഒരു മാഞ്ചിഫറ ഇൻഡിക്ക, അതായത് നമ്മുടെ മാംഗോ ട്രീന്റെ റൂട്ട് ആണോ? അല്ല, ഡിഫറൻസ് ഉണ്ട്. കാരണം അത് അവരുടെ സ്റ്റോറേജ് അഡാപ്റ്റേഷൻ ആണ്, ഫുഡ് സ്റ്റോർ ചെയ്യാനുള്ള അഡാപ്റ്റേഷൻ ആണ് ക്യാരറ്റില്, അല്ലെ. അതുപോലെ ക്ലൈംബിങ്ങിന് ഇപ്പൊ ചിലത് നല്ല തടിയുള്ള, നമ്മൾ രണ്ടാള് പിടിച്ചാൽ എത്താത്ത അത്രയും നല്ല തിക്കായിട്ടുള്ള സ്റ്റെം ആയിരിക്കും ചില പ്ലാന്റ്സിന് ഉണ്ടായിരിക്കുക. പക്ഷെ ചിലവരെന്തായിരിക്കും, ക്രീപ്പേഴ്സ് ആയിരിക്കും, അല്ലെ. ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് ചുറ്റി 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 കയറുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഓരോ പ്ലാന്റിന്റെയും പാർട്സുകൾ അല്ലെങ്കിൽ എന്താ പറയാ, ഡിഫറെന്റ് പ്ലാന്റ്സിന് ഇപ്പൊ സ്റ്റെം ഉണ്ട്, റൂട്ട് ഉണ്ട്, ലീഫ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുന്ന എല്ലാ സ്റ്റെമ്മുകളും റൂട്ടുകളും ഒക്കെ ഓരോ പ്ലാന്റിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ആ വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം എന്താണ്, അവരുടെ അഡാപ്റ്റേഷൻ ആണ്. അവർ നിൽക്കുന്ന എൻവയോൺമെന്റുമായിട്ട് അവര് അഡാപ്റ്റ് ചെയ്യുന്നതാണ്. ഒന്നില്ലെങ്കിൽ അത്, അല്ലെങ്കിൽ ക്ലൈംബിങ്ങിന് വേണ്ടിയിട്ട്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, പിന്നെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഒക്കെ അവരെ എന്ത് ചെയ്യുന്നത്, ഡിഫറെന്റ് ആക്കുന്നതാണ്. ഓക്കെ. ഇനി ഒരു ഫ്ലവറിംഗ് പ്ലാന്റിന്റെ കോമൺ സ്ട്രക്ചേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒരു കോമൺ സ്ട്രക്ചർ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുമ്പം എന്തൊക്കെയായിരിക്കും, അവർക്ക് റൂട്ട് ഉണ്ടായിരിക്കും, സ്റ്റെം ഉണ്ടായിരിക്കും, ലീഫ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഫ്രൂട്ട്സും ഫ്ലവേഴ്സും എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. പക്ഷെ എന്നാലും സ്റ്റെമ്മും റൂട്ടും ലീഫും ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കും. പിന്നെ അവർക്ക് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഫ്ലവേഴ്സും ഉണ്ടായിരിക്കും. ഓക്കെ. ഇനി ഒരു നമുക്കറിയാം, പൊതുവെ ഈ പ്ലാന്റ്സ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ സീഡ്സ് അല്ലെ, സീഡ്സ് എന്നാണ് ജെർമിനേറ്റ് ചെയ്യുക. ഇപ്പൊ ഈ ഒരു സീഡിൽ നിന്ന് ഇവർ ജെർമിനേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ മേലോട്ടും വരും, താഴോട്ടും പോവും. ഓക്കെ. ജെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മേലോട്ടേക്ക് അവർ പോകുന്നുണ്ട്, താഴോട്ടേക്കും വരുന്നുണ്ട്. ഈ താഴോട്ട് വരുന്ന ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, റാഡിക്കൽ. റാഡിക്കൽ എന്ന് പറയും. ഈ മേലോട്ട് പോകുന്നതിന് നമ്മൾ എന്താ പറയാ, പ്ലൂമ്യൂൾ. അതായത് ഇവിടെയാണ് നമ്മുടെ സോയിൽ
വരുന്നത്. ഓക്കെ, സോയിൽ എന്നല്ല, സോയിലിന്റെ അടിയിലായിരിക്കും സീഡ് ഉണ്ടായിരിക്കുക. പക്ഷെ ആ സോയിലിന്റെ മേലോട്ട് വളരുന്ന ഭാഗമാണ് പ്ലൂമ്യൂൾ എന്ന് പറയും. ഓക്കെ, താഴോട്ട് വളരുന്ന ഭാഗത്തിന് റാഡിക്കിൾ എന്നും പറയും. മേലോട്ട് വളരുന്നതിനെ പ്ലൂമ്യൂൾ, അതായത് സോയിൽ, ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് സോയിലിന്റെ മേലോട്ട് കാണുന്ന പോർഷനെ നമ്മൾ പ്ലൂമ്യൂൾ എന്ന് പറയും. അതുപോലെ തന്നെ സോയിലിന്റെ താഴോട്ട് വരുന്ന പോർഷനാണ് റാഡിക്കിൾ എന്ന് പറയുന്നത്. ഇനി ഈ റാഡിക്കിൾ ഒറിജിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? റാഡിക്കിൾ ആണ് പിന്നെ ഒരു പ്ലാന്റ് ആയിട്ട് വരുമ്പോൾ റൂട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, റൂട്ട് സിസ്റ്റം അങ്ങനെയാണ് വരിക. ഈ പ്ലൂമ്യൂൾ എന്നാണ് ആര് വരുന്നത്? ഷൂട്ട് സിസ്റ്റം വരുന്നത്. ഓക്കെ, അപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല, ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് നമ്മള് എന്താണ്, ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്ത് സോയിലിൽ നിന്ന് ജെർമിനേറ്റ് ചെയ്ത് ഒരു പ്ലാന്റ് ആവുന്ന സമയത്ത് അവർക്ക് റാഡിക്കിളും ഉണ്ടായിരിക്കും, പ്ലൂമ്യൂളും ഉണ്ടായിരിക്കും. റാഡിക്കിൾ എന്ന് പറയുന്നത് സോയിലിന്റെ ഉള്ളിലേക്ക് പോകുന്ന പോർഷൻ, പ്ലൂമ്യൂൾ എന്ന് പറയുന്നത് സോയിലിന്റെ പുറത്തേക്ക്, നമ്മുടെ എയറിലേക്ക് വരുന്ന പോർഷനാണ് പ്ലൂമ്യൂൾ എന്ന് പറയുന്നത്. ഈ പ്ലൂമ്യൂളിൽ നിന്നാണ് അവരുടെ ഷൂട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്, റാഡിക്കിളിൽ നിന്നാണ് അവരുടെ റൂട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി അപ്പൊ നമ്മൾ ഇത്രയാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത് ആക്ച്വലി ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. പിന്നെ അവരുടെ മോർഫോളജിക്കൽ സ്ട്രക്ചറിൽ ഡിഫറൻസസ് ഉണ്ട്. കാരണം ആ ഡിഫറൻസ് വരാനുള്ള കാരണം അവരുടെ അഡാപ്റ്റേഷൻ ആണ്. അവർ നിൽക്കുന്ന എൻവയോൺമെന്റുമായിട്ട് അത് അഡാപ്റ്റ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ ക്ലൈംബിങ്ങിന് വേണ്ടിയിട്ട്, സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഒക്കെ ഇവരെ പ്രാപ്തിയാക്കുന്നതാണ് ഓരോ അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ ഓരോ വേരിയേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു കോമൺ സ്ട്രക്ചർ, ഒരു ഫ്ലവറിംഗ് പ്ലാന്റിന്റെ കോമൺ സ്ട്രക്ചർ പറയുവാണെങ്കിൽ അവർക്ക് റൂട്ട്സ് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീഫ് ഉണ്ട്. ഓക്കെ, പിന്നെ എക്സ്ട്രാ അവർക്ക് ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട്. ഇനി ഒരു റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് അവരുടെ അണ്ടർഗ്രൗണ്ട് പാർട്ടാണ്. അതായത് നമുക്ക് കാണാത്ത സോയിലിന്റെ അടിയിലുള്ള, മണ്ണിന്റെ അടിയിലുള്ള ഭാഗത്തിന് നമ്മൾ റൂട്ട് സിസ്റ്റം എന്ന് പറയും. പിന്നെ പോർഷൻസ് എബൌവ് ദ ഗ്രൗണ്ട്, മേലെയുള്ള പോർഷനെ നമ്മൾ എന്ത് പറയും? ഷൂട്ട് സിസ്റ്റം എന്നും പറയും. ഓക്കെ, ഷൂട്ട് സിസ്റ്റം, റൂട്ട് സിസ്റ്റം ക്ലിയർ ആണല്ലോ? ഷൂട്ട് സിസ്റ്റം ഉണ്ട്, റൂട്ട് സിസ്റ്റം ഉണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇനി നമ്മൾ ചാപ്റ്ററിലോട്ട് കടക്കുകയാണ്. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റൂട്ട് സിസ്റ്റം അല്ലെങ്കിൽ റൂട്ട്, ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് അല്ലെങ്കിൽ ആൻജിയോസ്പേമിന്റെ റൂട്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, പറയട്ടെ. അപ്പൊ റൂട്ട് ആക്ച്വലി എന്താ? നമ്മൾ പറഞ്ഞു റാഡിക്കിൾ എന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള പോർഷനെയാണ് നമ്മൾ റൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെ? ഇനി നമ്മൾ ഡൈക്കോട്ട് പ്ലാന്റ്സിൽ, അപ്പൊ നമ്മൾ ഇതിൽ പറയുന്നത് റൂട്ട് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 3 ടൈപ്പ് റൂട്ടുകളുണ്ട്. ഓക്കെ, 3 ടൈപ്പ് റൂട്ട്സിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യത്തെ റൂട്ട് എന്ന് പറയുന്നത് പ്രൈമറി റൂട്ടാണ്. പ്രൈമറി റൂട്ട്, പ്രൈമറി റൂട്ട് ഉണ്ട്. പിന്നെ പ്രൈമറി റൂട്ട് അല്ല, ടാപ്പ് റൂട്ട്. റൂട്ട് സിസ്റ്റത്തിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ 3 ടൈപ്പ് റൂട്ട് സിസ്റ്റം ഉള്ളത്. ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഫൈബ്രസ് റൂട്ട് ഉണ്ട്. ഫൈബ്രസ് റൂട്ട് ഉണ്ട്. പിന്നെ അഡ്വെന്റീഷ്യസ് റൂട്ട് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ഉള്ള അഡ്വെന്റീഷ്യസ് റൂട്ട്. ഇങ്ങനെ 3 ടൈപ്പ് റൂട്ടാണ് പ്ലാന്റ്സിൽ കാണുന്നത്. ഒരു പ്ലാന്റിൽ തന്നെ എല്ലാ ടൈപ്പും ഉണ്ടാവില്ല കേട്ടോ. ഒരു പ്ലാന്റ് ടാപ്പ് റൂട്ട് ആണെങ്കിൽ വേറൊന്ന് ഫൈബ്രസ് റൂട്ട്, അങ്ങനെയാണേ, അങ്ങനെ മനസ്സിലാക്കണം. അപ്പൊ ടാപ്പ് റൂട്ട്, ഫൈബ്രസ് റൂട്ട്, അഡ്വെന്റീഷ്യസ് റൂട്ട്, അങ്ങനെ 3 ടൈപ്പ് റൂട്ടുകളാണ് ഒരു ടാപ്പ് അല്ല ഒരു റൂട്ട് സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ടാപ്പ് റൂട്ട് പൊതുവേ കാണുന്ന എവിടെയായിരിക്കും അറിയോ? ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ്. ഓക്കെ, ഡൈക്കോട്ട് ഇല്ലേ, മോണോകോട്ട് പ്ലാന്റ്സ്, ഡൈക്കോട്ട് പ്ലാന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതില് ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ് എന്ത് കാണാം? ടാപ്പ് റൂട്ട് സിസ്റ്റം കാണാം. ഡൈക്കോട്ടില്, ഡൈക്കോട്ടിലാണ് അവരെ കാണുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റം.
ഫൈബ്രസ് റൂട്ട് സിസ്റ്റം കാണാം മോണോകോട്ട് പ്ലാന്റ്സിലാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം കാണാം. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ടാപ്പ് റൂട്ട് എന്താ, ഫൈബ്രസ് റൂട്ട് എന്താ, അഡ്വന്റേഷ്യസ് റൂട്ട്സ് എന്താണെന്നാണ് പഠിക്കാൻ പോണത്. ഓക്കെ, പഠിക്കാം. അപ്പൊ നമ്മൾ ഇപ്പൊ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഒരു പ്ലാന്റിന്റെ താഴെ കാണുന്ന ഭാഗമാണ് റൂട്ട് സിസ്റ്റം, അല്ലെങ്കിൽ സോയിലിന്റെ അടിയിലോട്ട് കാണുന്ന ഭാഗമാണ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്താണ്, റാഡിക്കിൾ എന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ. അപ്പൊ റൂട്ട് സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് 3 ടൈപ്പ് റൂട്ടുകളാണ് ഉള്ളത്. 3 ടൈപ്പ് റൂട്ടുകളാണ് ഉള്ളത്. ഏതൊക്കെയാണുള്ളത്? ടാപ്പ് റൂട്ട് ഉണ്ട്, ഫൈബ്രസ് റൂട്ട് ഉണ്ട്, അഡ്വന്റീഷ്യസ് റൂട്ട്സ് ഉണ്ട്. അങ്ങനെ 3 ടൈപ്പ് റൂട്ട് സിസ്റ്റം ആണ് ഉള്ളത്. അപ്പൊ ഈ ടാപ്പ് റൂട്ട് പൊതുവേ കാണുക ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ്. അതുപോലെ ഫൈബ്രസ് റൂട്ട് കാണുക എവിടെയായിരിക്കും? മോണോകോട്ട് റൂട്ട്സിലായിരിക്കും. അഡ്വന്റീഷ്യസ് റൂട്ടിനെ പറ്റിയിട്ട് ഇപ്പൊ പറയാം. ഓക്കെ, ഇനി ഒരു ടാപ്പ് റൂട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ടാപ്പ് റൂട്ടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ സോയില്, ഇപ്പൊ ഇതൊരു സോയിലിന്റെ അവിടെ നിന്ന് ഇവരെങ്ങനെ ഒറിജിനേറ്റ് ചെയ്യാന്നറിയാം. ഇങ്ങനെ ഒരു പ്രൈമറി റൂട്ട് വരും. അതായത് ഫസ്റ്റ് കാണുന്ന ഒരു ഡയറക്റ്റ് ഇലോങ്ങേഷൻ ഓഫ് റാഡിക്കൽ. റാഡിക്കിൾ എന്നാണല്ലോ റൂട്ട് ഫോം ചെയ്യണത്. ആ റാഡിക്കിളിന്റെ ഡയറക്റ്റ് ഇലോങ്ങേഷന് നമ്മള് പ്രൈമറി റൂട്ട് എന്ന് പറയും. എന്നിട്ട് ഈ പ്രൈമറി റൂട്ടിൽ നിന്ന് പിന്നെ ഇങ്ങനെ അടുത്ത റൂട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ അടുത്ത റൂട്ടുകൾ വരും പ്രൈമറി റൂട്ട്. അങ്ങനെ വരുന്ന റൂട്ടിനെ നമ്മൾ സെക്കൻഡറി റൂട്ട് എന്ന് പറയും. എന്നിട്ട് ഈ സെക്കൻഡറി റൂട്ടിൽ നിന്ന് പിന്നെ എന്ത് ഫോം ചെയ്യും? ടെറിഷറി റൂട്ട്സ് ഫോം ചെയ്യും. ടെറിഷറി റൂട്ട്സ് കണ്ട, ടെറിഷറി റൂട്ട്സ് ഇങ്ങനെ ഫോം ചെയ്യും. ഇനി ടെറിഷറി റൂട്ടിൽ നിന്ന് വേണമെങ്കിൽ ക്വാട്ടർണറി റൂട്ട്സ് ഒക്കെ അങ്ങനെ ഫോം ചെയ്യും. മനസ്സിലായോ? അപ്പോ ഒരു സോയിലിൽ നിന്ന് ഡയറക്റ്റ് റാഡിക്കലിന്റെ ഇലോങ്ങേഷനെ നമ്മൾ പ്രൈമറി റൂട്ട് എന്ന് പറയും. പ്രൈമറി റൂട്ടിൽ നിന്ന് പിന്നെ ആര് ഫോം ചെയ്യും? കുറെ സെക്കൻഡറി റൂട്ട്സ് ഒറിജിനേറ്റ് ചെയ്യും. ഈ സെക്കൻഡറി റൂട്ടിൽ നിന്ന് വീണ്ടും കുഞ്ഞു 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 റൂട്ട്സ് വരും. അവരെയാണ് നമ്മൾ എന്ത് പറയാ? ടെറിഷറി റൂട്ട് എന്ന് പറയാം. ടെറിഷറി റൂട്ട് എന്ന് പിന്നെയും ക്വാട്ടർണറി റൂട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ റൂട്ട്സ് വരും. അങ്ങനെ വരുന്ന റൂട്ടിനെയാണ് പ്രൈമറി റൂട്ട് ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ്. പ്രൈമറി റൂട്ട് ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ് കോൺസ്റ്റിറ്റ്യൂട്ട് ടാപ്പ് റൂട്ട് സിസ്റ്റം. പ്രൈമറി റൂട്ട്സും അവരുടെ ബ്രാഞ്ചസിനെ പറയുന്ന പേരാണ് നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ മസ്റ്റാർഡിന്റെ പ്ലാന്റ് ആണ്. മസ്റ്റാർഡ് പ്ലാന്റ്, കടുക് മസ്റ്റാർഡ് പ്ലാന്റ് ആണ് ടാപ്പ് റൂട്ട് സിസ്റ്റത്തിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പൊ വേരോട് കൂടി നമ്മൾ പറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് ഒരു പ്രൈമറി റൂട്ട് ഉണ്ടായിരിക്കും, പിന്നെ സെക്കൻഡറി റൂട്ട്സ് ഒറിജിനേറ്റ് ചെയ്യും. ഇനി വേണമെങ്കിൽ എനിക്ക് ഞാൻ അതിന്റെ ഒരു പിക്ചർ കാണിച്ചു തരാമേ. ഒരു പിക്ചർ കാണിക്കാം. ഈ ഇമേജ് കാണുന്നില്ലേ നിങ്ങൾക്ക്? ഈ ഇമേജ് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ സോയിൽ ലെവൽ ഉണ്ട്. ആ സോയിൽ ലെവലിന്റെ അവിടുന്ന് പിന്നെ ഒറിജിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ഫസ്റ്റ് വരുന്ന റൂട്ട് ആരാ? പ്രൈമറി റൂട്ട്. കണ്ടോ, റാഡിക്കിളിന്റെ ഡയറക്റ്റ് ഇലോങ്ങേഷന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പ്രൈമറി റൂട്ട് എന്ന് പറയും. പിന്നെ രണ്ടാമത് വരുന്ന ആൾക്കാരാരാ? സെക്കൻഡറി റൂട്ട്. ഇവിടെ നിങ്ങൾക്ക് കാണുന്നില്ലേ? ഈ വരുന്ന ഡയറക്റ്റ് ഇലോങ്ങേഷൻ പ്രൈമറി റൂട്ട്. പിന്നെ പ്രൈമറി റൂട്ട് എന്ന് വരുന്ന ആൾക്കാരാണ് ആര്? സെക്കൻഡറി റൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സെക്കൻഡറി റൂട്ടിന്റെ ഇത് സെക്കൻഡറി റൂട്ട്. പിന്നെ അവരുടെ അറ്റത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് ടെറിഷറി റൂട്ട്. ഇങ്ങനെ ഇങ്ങനെ ഇവിടെയൊക്കെ കാണുന്ന ഇങ്ങനെ വരുന്ന ആൾക്കാരാണ് ടെറിഷറി റൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന പ്രൈമറി റൂട്ട്, സെക്കൻഡറി റൂട്ട്, ടെറിഷറി റൂട്ട് അങ്ങനെ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയണത്. ഓക്കെ, ഇനി അടുത്തതാണ് ടാപ്പ് റൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് നിങ്ങൾക്ക് പറയാനുള്ളതാണ് നമ്മുടെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ
മോണോകോട്ട് പ്ലാന്റ്സിലുണ്ടല്ലോ ഈ പ്രൈമറി റൂട്ട് ഭയങ്കര ഷോർട്ട് ലിവ്ഡ് ആണ്. ഈ റാഡിക്കിൾ നിന്ന് ഫസ്റ്റ് ഫോം ചെയ്യുന്ന റൂട്ട് ഉണ്ടല്ലോ അവർ ഭയങ്കര ഷോർട്ട് ലിവ്ഡ് ആണ്. And അവരെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു റൂട്ട്സ് വന്നിട്ട് ഇങ്ങനെ ഒരു ഷോർട്ട് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു റൂട്ട്സ് വന്നിട്ട് ഒരു ഇങ്ങനെ ഫൈബ്രസ് നെറ്റ്വർക്ക് പോലെയാണ് അവരുടെ റൂട്ട് കാണുന്നത്. ആ റൂട്ട്സിനെയാണ് നമ്മൾ ഫൈബ്രസ് റൂട്ട് എന്ന് പറയാം. ഇപ്പൊ ഇതൊരു സോയിൽ ലെവല്, ആ സോയിൽ ലെവലിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യുവാണ്, ഇങ്ങനെ 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 ടാപ്പ് റൂട്ട് സിസ്റ്റം പോലെയല്ല, ഇങ്ങനെ ഇങ്ങനെ മൊത്തം ഇങ്ങനെ 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 കുഞ്ഞു 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 ലീഫ് ഒരു ഫൈബ്രസ് നെറ്റ്വർക്ക് പോലെ എന്ത് ചെയ്യും, റൂട്ട് വരും. ഈ റൂട്ട് ആക്ച്വലി നമ്മുടെ സ്റ്റെമ്മിന്റെ ഇവിടെ അപ്പുറത്ത് സ്റ്റെം ഉണ്ടെങ്കിൽ ആ സ്റ്റെമ്മിന്ന് ഡയറക്റ്റ് എന്ത് ചെയ്യാണ്, ബേസിലായിട്ട് ഈ കുഞ്ഞു കുഞ്ഞു റൂട്ട് വരും. അല്ലാതെ അവർക്ക് ഇങ്ങനെ ഒരു പ്രൈമറി റൂട്ട്, സെക്കൻഡറി റൂട്ട്, ടെർഷറി റൂട്ട് അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. എല്ലാം കൂടെ ഒരുമിച്ച് ഒരൊറ്റ റൂട്ട്, മീൻസ് ഒറ്റ റൂട്ട് എന്നല്ല, എല്ലാം കൂടെ ഇങ്ങനെ ഇങ്ങനെ നെറ്റ്വർക്ക് പോലെ കുഞ്ഞു 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 റൂട്ട്സ് ആയിട്ടാണ് നമുക്ക് കാണും. അവരെയാണ് നമ്മൾ ഫൈബ്രസ് റൂട്ട് എന്ന് പറയും. ഓക്കെ, അതില് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിള് വീറ്റ് പ്ലാന്റ് ആണ് കേട്ടോ. വീറ്റ് ഗോതമ്പില്ലേ, ഗോതമ്പിന്റെ റൂട്ട് അങ്ങനെയാണെന്നാണ് പറയുന്നത്. പൊതുവെ മോണോക്കോട്ടിലെല്ലാം അങ്ങനെ തന്നെയാണ് റൂട്ട് വരിക. നമ്മുടെ ഗ്രാസസ് ഒക്കെ അല്ലേ, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അതായത് ഇപ്പൊ നിങ്ങൾ വഴിയെ പോകുന്ന ഒരു കുഞ്ഞി ഗ്രാസ് പ്ലാന്റ്, ഗ്രാസിനെ ഒക്കെ എടുത്ത് ഇങ്ങനെ പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ചുറ്റിലും അതിന്റെ അടിയിലായിട്ട് ഇങ്ങനെ കുഞ്ഞു 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 കുറെ റൂട്ടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതാണ് എന്ത് ഫൈബ്രസ് റൂട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയാനുള്ളതെന്ന് പറഞ്ഞാല് നമ്മുടെ ആൽമരം ഒക്കെ അല്ലേ, ആൽമരം, ആൽമരത്തിന്റെ ഒക്കെ സ്റ്റെമ്മിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വരുന്ന, നമ്മളിങ്ങനെ പിടിച്ച് തൂങ്ങുന്ന, നമ്മുടെ സിനിമയിലെങ്കിലും മിനിമം കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ ആൽമരത്തിന്റെ അവിടെ ഇങ്ങനെ നിന്ന് തൂങ്ങുന്ന ഒരു സാധനം കണ്ടിട്ടില്ലേ, നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ തൂങ്ങിയാടാൻ പറ്റുന്ന. അതെന്താ ആക്ച്വലി, അത് അവരുടെ റൂട്ടാണ്. നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞത് എന്താ, റൂട്ട് സിസ്റ്റം കാണുന്നത് സോയിലിന്റെ അടിയിലാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. റാഡിക്കിൾ എന്ന് വരുന്നവരാണ് റൂട്ട് സിസ്റ്റം. റാഡിക്കിൾ സോയിലിന്റെ താഴെയാണ് കാണുക, അണ്ടർഗ്രൗണ്ട് പാർട്ടാണ്. അപ്പൊ ടാപ്പ് റൂട്ട് ഉണ്ടാവും, ചിലതിന് ഫൈബ്രസ് റൂട്ട് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ അതിലൊരു എന്താ പറയാ, വേറൊരു എക്സാമ്പിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ ഈ ബാനിയൻ ട്രീ ഒക്കെ. അതായത് നമ്മുടെ ഈ ആൽമരത്തിലൊക്കെ നമ്മൾ കാണുന്ന ആ സ്റ്റെമ്മിന്റെ അവിടുന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഇങ്ങനെ റൂട്ട്, ആ നമ്മൾ ഈ തൂങ്ങിയാടുന്ന സാധനമില്ലേ, ആൽമരത്തിലൊക്കെ നമ്മൾ ഈ തൂങ്ങിയാടുന്നത് എന്താ, അത് അവരുടെ റൂട്ടാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് റൂട്ട് അണ്ടർഗ്രൗണ്ട് ആണെന്നല്ലേ. അപ്പൊ അങ്ങനെ അല്ലാത്ത റൂട്ടുകളും ഉണ്ട്. അവർക്ക് അണ്ടർഗ്രൗണ്ടിൽ ശരിക്കുള്ള റൂട്ട് ഉണ്ട്, പക്ഷെ അതല്ലാതെ അണ്ടർഗ്രൗണ്ട് ഉള്ള റൂട്ടിന് പുറമെ അവർക്ക് എന്തുണ്ട്, വേറെ ഏതെങ്കിലും പ്ലാന്റ് പാർട്ടിൽ നിന്ന്, ഇപ്പൊ ലീഫിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റെമ്മിൽ നിന്ന് ഒക്കെ ഒറിജിനേറ്റ് ചെയ്യുന്ന റൂട്ടുകൾ ഉണ്ട്. ആ റൂട്ടിന് പറയുന്ന പേരാണ് എന്ത്, പറയും, അഡ്വെന്റേഷ്യസ് റൂട്ട് എന്ന് പറയും. ഓക്കെ, അതായത് നമ്മൾ റാഡിക്കിളിൽ നിന്നല്ലാതെ, നമ്മുടെ റാഡിക്കിൾ നിന്നാണല്ലോ പൊതുവെ റൂട്ട് സിസ്റ്റം ഉണ്ടാവുക. റാഡിക്കിളിൽ നിന്നല്ലാതെ റൂട്ട് വേറെ പ്ലാന്റ് പാർട്ടിൽ നിന്ന്, അതായത് ഷൂട്ട് സിസ്റ്റത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റൂട്ടിനെയാണ് നമ്മൾ അഡ്വെന്റേഷ്യസ് റൂട്ട് എന്ന് പറയും. ഓക്കെ, അതിപ്പോ പലതിലുണ്ട്. ചിലതിൽ ഈ ലീഫിൽ നിന്നൊക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് കാണുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ആ ബാനിയൻ ട്രീന്റെ എക്സാമ്പിൾ ആണ്, ആൽമരത്തിന്റെ. നമുക്ക് എല്ലാവർക്കും അറിയാലോ ആൽമരത്തിന്റെ അവിടെ നിന്ന് എങ്ങനെയാണ് റൂട്ട് എന്നുള്ളത്. സ്റ്റെമ്മിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട് റൂട്ട് അല്ലെ. അപ്പൊ അങ്ങനെ സ്റ്റെമ്മിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റൂട്ടിനെയാണ് നമ്മൾ, സ്റ്റെമ്മിൽ നിന്നല്ല, വേറെ ഏത് റാഡിക്കൽ അല്ലാത്ത വേറെ ഏതിൽ നിന്ന് റൂട്ട് ഒറിജിനേറ്റ് ചെയ്താലും അവരെ നമ്മൾ പറയുന്ന പേരാണ് അഡ്വെന്റേഷ്യസ് റൂട്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ റൂട്ടാണ് ഇപ്പൊ പറഞ്ഞത്. റൂട്ട് ഇത്രയാണ് നിങ്ങൾക്കുള്ളത്. അതായത് 3 ടൈപ്പ് റൂട്ട് സിസ്റ്റം ആണ് ഉള്ളത്. 3 ടൈപ്പ് റൂട്ട് സിസ്റ്റം ഏതൊക്കെയായിരുന്നു? പ്രൈമറി റൂട്ട്, സെക്കൻഡറി റൂട്ട് അല്ല കേട്ടോ. ഏതാണ് 3 ടൈപ്പ്, ഒരു നമ്മൾ പ്ലാന്റ്സിൽ പൊതുവെ കാണുന്ന 3 റൂട്ട് സിസ്റ്റങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ടാപ്പ് റൂട്ട്, രണ്ടാമത്തത് എന്താണ്, ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ട്, ഫൈബ്രസ് റൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ അഡ്വെന്റേഷ്യസ് റൂട്ട് സിസ്റ്റം ഉണ്ട്.
ഓക്കെ. ടാപ്പ് റൂട്ട് എന്ന് പറയുമ്പോൾ അവർക്കൊരു റാഡിക്കലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു വലിയ ഒരു റൂട്ട് ഉണ്ടായിരിക്കും. അതിന് നമ്മൾ പറയുന്ന പേര് പ്രൈമറി റൂട്ട്. പിന്നെ ഈ പ്രൈമറി റൂട്ടിൽ നിന്ന് കുറെ സെക്കൻഡറി റൂട്ട്സ് ഒറിജിനേറ്റ് ചെയ്യും. പിന്നെ സെക്കൻഡറി റൂട്ടിന്റെ അറ്റത്തുനിന്ന് വേറെ കുറെ റൂട്ടുകൾ ഒറിജിനേറ്റ് ചെയ്യും. അതിനെ ടെറിഷറി റൂട്ട്. അങ്ങനെ പ്രൈമറി റൂട്ട്, സെക്കൻഡറി റൂട്ട്, ടെറിഷറി റൂട്ട്, അങ്ങനെ നമുക്ക് വേർതിരിച്ച് ഓരോ റൂട്ടിനെയും കാണാനും നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്ന ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റത്തിനെയാണ് നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തതാണ് എന്ത്? ടാപ്പ് റൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞത് ഫൈബ്രസ് റൂട്ട്. ഫൈബ്രസ് റൂട്ടിൽ ഉള്ളതാണ് ആൾക്കാരാണ്, അതെ, അവർക്ക് റാഡിക്കൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ കാണുന്നത്, ഈ ഇമേജ് കണ്ടോ, സെക്കൻഡ് വൺ. അപ്പൊ അവിടെ കണ്ടോ അഡ്വന്റീഷ്യസ് ആയിട്ടുള്ള ഫൈബ്രസ് റൂട്ട്. ഫൈബ്രസ് റൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അവര് നമുക്ക് പ്രൈമറി റൂട്ട്, സെക്കൻഡറി റൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. അവര് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെയായിരിക്കും കുറെ എന്താണ് ഇങ്ങനെ ഡയറക്റ്റ് സ്റ്റെമ്മിലിന്റെ ബേസിൽ നിന്ന് കുറെ 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 റൂട്ടുകൾ ഇങ്ങനെ കുഞ്ഞു 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 ബ്രാഞ്ചസ് ആയിട്ട് കുറെ റൂട്ടുകൾ അങ്ങ് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ഫൈബ്രസ് റൂട്ട് എന്ന് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞു റാഡിക്കൽ സിസ്റ്റത്തിൽ നിന്നല്ലാതെ ഒറിജിനേറ്റ് ചെയ്യുന്ന റൂട്ടുകളെ നമ്മൾ എന്തു പറയും? റാഡിക്കൽ സിസ്റ്റത്തിൽ നിന്നല്ലാതെ ഒറിജിനേറ്റ് ചെയ്യുന്ന റൂട്ടാണ് ഒരു അഡ്വന്റീഷ്യസ് റൂട്ട് എന്ന് പറയും. അപ്പൊ പൊതുവെ ഈ ടാപ്പ് റൂട്ട് സിസ്റ്റം കാണുക ആരിലായിരിക്കും? ഡൈക്കോട്ടിലായിരിക്കും. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം കാണുക ആരിലായിരിക്കും? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം കാണുന്നത് എവിടെയായിരിക്കും? മോണോകോട്ടിലായിരിക്കും. പിന്നെ അഡ്വന്റീഷ്യസ് റൂട്ട്, റാഡിക്കലിൽ നിന്നല്ലാതെ വേറെ ഏതെങ്കിലും പ്ലാന്റ് പാർട്ടിൽ നിന്ന് വരുന്ന റൂട്ടിനെയാണ് അഡ്വന്റീഷ്യസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയാണ് റൂട്ട് സിസ്റ്റം. ഇനി ഒരു റൂട്ട് നമ്മൾ എടുത്താൽ, ഒരു ടാപ്പ് റൂട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു റൂട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റൂട്ടിന്, നമുക്കിപ്പോ റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പോയി ചെടി വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റെം വരയ്ക്കും. എങ്ങനെ ഒരു സ്റ്റെം വരച്ചിട്ട് പിന്നെ അതിന്റെ അടിയിൽ ഇങ്ങനെ 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 കുറച്ച് ഇതിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂട്ട് റെഡിയായി അല്ലെ? ആ ഓരോ ഈ പറഞ്ഞ പോലത്തെ ഈ ഓരോ റൂട്ട് എന്ന് പറയണതിനും ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ. ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റീജിയൻ ഓഫ് റൂട്ട്. ഒരു റൂട്ടിന്റെ റീജിയൻസ് ഏതൊക്കെയാണ് നോക്കാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഇതിൽ പറയണത് ഈ റൂട്ടിന്റെ ഏറ്റവും അറ്റത്ത് ഇവരെ ഇപ്പൊ നമ്മൾ പെന്നിന്റെ ഒക്കെ ടോപ്പില്ലേ, പെന്ന് നമ്മൾ പെന്ന് അടച്ചു വെക്കാനായിട്ട് നമ്മൾ പെന്നിന്റെ ടോപ്പില്ലേ, അതുപോലെ റൂട്ടിന്റെ അറ്റത്ത് ഈ എന്താ പറയാ, അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു കവറിങ് ഉണ്ട്. ആ കവറിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് ഈ കവറിങ്. ഇവിടെ മിസ് വരയ്ക്കുന്ന കാണുന്നില്ലേ? ഈ ഒരു കവറിങ് ഈ റൂട്ടിന്റെ ഏറ്റവും ടിപ്പിലായിട്ട്, ഏറ്റവും അറ്റത്തായിട്ട് റൂട്ടിനെ കവർ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് റൂട്ട് ക്യാപ്പ്. റൂട്ട് ക്യാപ്പ്. ഓക്കെ. ഈ റൂട്ട് ക്യാപ്പ് ആണ് ആക്ച്വലി ഈ സോയിലിന്റെ ഉള്ളിൽ ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാണല്ലോ ഈ റൂട്ട് എന്ന് പറയുന്നത് അല്ലെ? ഈ സോയിലിന്റെ ഉള്ളിലേക്ക് 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 ഇങ്ങനെ പോവുമല്ലോ നമ്മുടെ റൂട്ട്. ഇപ്പൊ നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ, നമ്മളൊരു ചട്ടിയിൽ ഒരു ചെടി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് എടുത്തു നോക്കുമ്പോൾ നമ്മൾ വെച്ച അത്ര റൂട്ടേ അതിനുണ്ടാവുള്ളൂ അല്ലല്ലോ. ആ റൂട്ട് ഇങ്ങനെ വളർന്ന് ചിലപ്പോ ആ ചട്ടി മുഴുവൻ, ചില സമയത്ത് ചെടീനെ ചട്ടിയിൽ നിന്ന് എടുത്താൽ കിട്ടില്ല അല്ലെ? അത്രയും അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? റൂട്ട് അങ്ങ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ഒരു പ്ലാന്റിനെ സംബന്ധിച്ച് ഈ സോയിലിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് റൂട്ട്. അപ്പൊ പൊതുവേ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കാം? ആ റൂട്ടിന് ഡാമേജ് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അല്ലെ? സോയിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ക്ലിയർ ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ലല്ലോ. അവിടെ വേറെ പ്ലാന്റിന്റെ റൂട്ടുകൾ ഉണ്ടായിരിക്കും, കല്ലുണ്ടായിരിക്കും, ഈ സോയിൽ തന്നെ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ളത് ഉണ്ടായിരിക്കും. എന്താ പറയാ, അങ്ങനെ പല ടൈപ്പ് ഉണ്ടാവില്ല. അപ്പൊ ഈ റൂട്ട് ഇങ്ങനെ പോകുമ്പോ റൂട്ട് ഇങ്ങനെ സോയിലിന്റെ ഉള്ളിലേക്ക് പോകുന്തോറും എന്ത് സംഭവിക്കാം? ആ റൂട്ടിന് ഡാമേജ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഡാമേജ് വരാതെ ഇവര് പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ഈ റൂട്ട് ക്യാപ്പ്. ഓക്കെ. ഏറ്റവും അറ്റത്തായിട്ട് കാണുന്ന ആൾക്കാരാണ്, ഒരു റൂട്ടിന്റെ ഏറ്റവും ടിപ്പിലായിട്ട് അറ്റത്തായിട്ട് കാണുന്ന ആൾക്കാരാണ് റൂട്ട് ക്യാപ്പ്. അതായത് ഒരു ക്യാപ്പ് പോലെ തന്നെ, ഇപ്പൊ നമ്മൾ പെന്നിന്റെ ഒക്കെ ക്യാപ്പ് പോലെ പെന്നിനെ നമ്മൾ അടച്ചു വെക്കില്ലേ, അതുപോലെ റൂട്ടിന്റെ ഏറ്റവും അറ്റത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ആൾക്കാരാണ്
റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ റൂട്ട് ക്യാപ്പിന്റെ തൊട്ട് മുകളിലായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതെ, ഈ ഈ ഒരു ഏരിയ റൂട്ട് ക്യാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് മുകളിലായിട്ടുള്ള ഏരിയ ഉണ്ടല്ലോ, അവിടെയാണ് എന്ത് സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റീജിയനെ പറയുന്ന പേരാണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്താ പറയാ? റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. ഈ റീജിയന്റെ പ്രത്യേകത എന്താണ്? അവിടെ ഇവർക്ക് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇവർക്ക് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി കൂടുതലായിട്ട് നടക്കുന്ന ഏരിയ, അതായത് സെൽ ഡിവിഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഏരിയ ആരാണ്? ഈ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയിലാണ് ഇവർ സെൽ ഡിവിഷൻ ഏറ്റവും കൂടുതൽ നടക്കുക. ഇവിടുത്തെ സെല്ലുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഭയങ്കര ചെറുതാണ്, സ്മോൾ ആയിട്ടുള്ള സെൽസ് ആയിരിക്കും, തിൻ വോൾഡ് ആയിരിക്കും. സ്മോൾ ആണ്, തിൻ വോൾഡ് ആണ്, പിന്നെ ഡെൻസ് പ്രോട്ടോപ്ലാസം ഉണ്ടായിരിക്കും. അതാണ് ഈ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയിലുള്ള സെൽസിന്റെ പ്രത്യേകത. സ്മോൾ ആയിരിക്കും, തിൻ വോൾഡ് ആയിരിക്കും. തിൻ വോളുകളാണ്, കുഞ്ഞു കുഞ്ഞു വോളുകളാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ അവർക്ക് ഡെൻസ് പ്രോട്ടോപ്ലാസം ഉണ്ടായിരിക്കും. ഡെൻസ് ആയിരിക്കും, അതായത് നല്ല കട്ടിയുള്ള കുറെ സാധനങ്ങളൊക്കെ ഉള്ള ഒരു പ്രോട്ടോപ്ലാസം ആയിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് അറിയോ? കാരണം ഇവരുടെ സെൽസ് എപ്പോഴും ഡിവൈഡിങ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡിങ് ആണ്. അപ്പൊ ഈ സെൽസിന് വലിയ സെല്ലാവാനുള്ള നേരമൊന്നുമില്ല, അപ്പോഴേക്ക് ആ സെല്ല് എന്ത് ചെയ്യാണ്? അടുത്ത് ഡിവൈഡ് ചെയ്തു. അപ്പൊ രണ്ട് കുഞ്ഞു സെല്ല് കിട്ടി. പിന്നെ ആ സെല്ലിനെ വലുതായിട്ട് വലിയ സെല്ലാവാനുള്ള സമയമില്ല, ഇതിനു മുന്നേ അവർക്ക് അടുത്ത സെൽ ഡിവിഷൻ നടന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെട്ടെന്ന് 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 സെൽ ഡിവിഷൻ നടക്കുന്ന സ്ഥലമാണ് എന്ത്? റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമ്മുടെ റൂട്ട് ക്യാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് മുകളിലുള്ള റീജിയൻ ആണ് ആര്? റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. അവിടെയുള്ള സെൽസ് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ സെൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ സ്മോൾ ആണ്, തിൻ വോൾഡ് ആണ്, വിത്ത് ഡെൻസ് പ്രോട്ടോപ്ലാസം. ഭയങ്കരമായിട്ട് ഡെൻസ് പ്രോട്ടോപ്ലാസം ഉള്ള ഒരു ഏരിയ ആണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. ഇനി അടുത്തതാണ് ഈ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിന്റെ തൊട്ട് മുകളിലുള്ള റീജിയൻ ആണ് എന്ത്? റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. ഈ റീജിയൻ ഓഫ് ഇലോങ്ങേഷന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇവിടുത്തെ സെൽസ് ഇലോങ്ങേറ്റ് ചെയ്യും. അതായത് നമ്മൾ ഈ മെരിസ്റ്റമാറ്റിക് റീജിയനിൽ സെല്ല് ഡിവൈഡ് ചെയ്തില്ലേ, അങ്ങനെ ഡിവൈഡ് ചെയ്ത് പുതിയതായിട്ട് ഫോം ചെയ്തിട്ടുള്ള വലിയ വലിയ കുഞ്ഞു സെല്ലുകൾ അവരെന്ത് ചെയ്യും? അവരുടെ റീജിയൻ അല്ലെങ്കിൽ ആ സെല്ല് വലുതാവും. ഇവർക്ക് എന്തില്ല? സെൽ ഡിവിഷൻ ഇല്ല. റീജിയൻ ഓഫ് ഇലോങ്ങേഷനിൽ സെൽ ഡിവിഷൻ അല്ല നടക്കുക. അവിടുത്തെ സെല്ലുകൾ എന്ത് ചെയ്യാണ്? എൻലാർജ് ചെയ്യും. അവരുടെ സൈസ് വലുതായി വലുതായി വലിയ സെല്ലുകളായിട്ടാണ് അവര് നിൽക്കുക. ഓക്കെ, അങ്ങനെ വലിയ വലിയ സെൽസുകളെ കാണുന്ന, എൻലാർജ്ഡ് ആയിട്ട് വലിയ സെല്ലുകളെ കാണുന്ന റീജിയൻ ആണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. ഈ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ ആണ് ആക്ച്വലി എന്തിനെ സഹായിക്കുന്നത്? ഒരു പ്ലാന്റിന്റെ റൂട്ട് വലുതാവാനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ, വലിയ റൂട്ടാണ്. അല്ലെങ്കിൽ നമുക്കിപ്പം ആദ്യത്തെ ഒരു മാസം നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം റൂട്ടിനെ ഇങ്ങനെ പറിച്ചെടുക്കില്ല, പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ചെടി വളരുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെ ആകുമ്പോ ആദ്യം നമ്മളൊരു ചെടീനെ നമ്മള് ഈ എന്താ പറയാ, കുപ്പിയിലൊക്കെ ചെടിയാക്കി വെക്കുന്ന കണ്ടിട്ടില്ലേ? അങ്ങനത്തെവരൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആദ്യത്തെ കുറച്ചു ദിവസം കുഞ്ഞു റൂട്ടായിരിക്കും, പിന്നെ കുറച്ച് കഴിയുന്തോറും റൂട്ട് വലുതായി വലുതായി വരുന്നില്ലേ? ആ റൂട്ടിന്റെ ഗ്രോത്തിനെ സഹായിക്കണത്, അല്ലെങ്കിൽ റൂട്ടിന്റെ നമുക്ക് കാണാൻ പറ്റുന്ന റൂട്ട് വലുതാവുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഈ റീജിയൻ ഓഫ് ഇലോങ്ങേഷനിൽ നോക്കുമ്പോഴാണ്. ഓക്കെ, ഒരു റൂട്ടിന്റെ ഗ്രോത്തിനെ സഹായിക്കുന്നത് ആരാണ്? റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ ആണ്. ഓക്കെ, റീജിയൻ ഓഫ് ഇലോങ്ങേഷന്റെ സെൽസിന്റെ പ്രത്യേകത എന്താണ്? അവിടുത്തെ സെൽസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സൈസ് ഇൻക്രീസ് ചെയ്യും, സൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. എൻലാർജ്മെന്റ് ഓഫ് സൈസ്, എൻലാർജ്മെന്റ് ആണ് അവിടെ നടക്കുക. ഓക്കെ, അതാണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. കിട്ടിയല്ലോ, റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ എന്താണ് എന്നുള്ളത് കിട്ടിയില്ലേ? ഇനി അടുത്ത റീജിയൻ ആണ് റീജിയൻ ഓഫ് മെച്യൂറേഷൻ എന്ന് പറയുന്നത്. ഈ റീജിയൻ, റീജിയൻ ഓഫ് മെച്യൂറേഷൻ. ഓക്കെ, ഈ റീജിയനിൽ എന്താ ഉണ്ടാവുക? ഇലോങ്ങേറ്റ് ചെയ്ത്, അതായത് ആദ്യം ഈ റീജിയനിൽ നിന്ന് ഈ മെരിസ്റ്റമാറ്റിക് റീജിയനിൽ നിന്ന് സെല്ല് ഇങ്ങനെ കണ്ടിന്യൂസ്ലി കുറെ 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 ഡിവൈഡ് ചെയ്ത് കുഞ്ഞു 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 സെൽസ് ഫോം ചെയ്യും. പിന്നെ അവരെന്ത് ചെയ്യും? റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ ആകുമ്പോൾ സെൽസ് ഇങ്ങനെ എൻലാർജ് ചെയ്യും, വലിയ വലിയ സെൽസുകൾ ഇങ്ങനെ നിൽക്കും. ഓക്കെ, പിന്നെ
അങ്ങനെ സെൽസ് എല്ലാവരുടെയും ഭാഗമാണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. റീജിയൻ ഓഫ് മെച്ചുറേഷനിൽ എത്തുമ്പോൾ ഇവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീജിയൻ ഓഫ് മെച്ചുറേഷനിൽ എത്തുന്ന സമയത്ത് ഈ ഇലോങ്ങേറ്റ് ചെയ്ത വലിയ സെല്ലുകളില്ലേ, ഈ സെൽസിന് എന്ത് ചെയ്യും, അവർക്ക് പിന്നെ ഇലോങ്ങേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാനോ ഉള്ള കപ്പാസിറ്റി ഒക്കെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ട് ഇവരെന്ത് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെച്ചുവർ ആയി വലിയ തടിമാടന്മാരായിട്ട് ഞങ്ങൾ വലുതായി എന്നുള്ള പവറിൽ നിൽക്കും. മെച്ചുവേർഡ് ആയിട്ടുള്ള റീജിയൻ എന്ന് ആലോചിച്ചാൽ മതി. റീജിയൻ ഓഫ് മെച്ചുറേഷൻ അവരെന്ത് ചെയ്യും, ഡിഫറൻഷിയേഷൻ നടക്കും. അതായത് ഒരു റൂട്ടിന്റെ സെൽസിന് ഡിഫറൻഷിയേഷൻ നടക്കുന്ന ഭാഗമാണ് ഏത്, റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ഡിഫറൻഷിയേറ്റ് ചെയ്ത് സെൽസ് വലിയ മെച്ചുവേർഡ് ആയിട്ട് നിൽക്കും. ഓക്കെ, ആ റീജിയൻ ആണ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ റീജിയൻ ഓഫ് മെച്ചുറേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ആ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ പറ്റും, കുറെ റൂട്ട് ഹെയർസ് ഉണ്ട് അല്ലെ, കുറെ റൂട്ട് ഹെയർസ് ഫോം ചെയ്യും ഈ റീജിയനിൽ, ആണല്ലോ. ഈ റൂട്ട് ഹെയർസ് എന്താണ്, ഈ റീജിയൻ ഓഫ് മെച്ചുറേഷനിൽ ചില സെൽസ് കേട്ടാ, എല്ലാരും അല്ല, ചില എപ്പിഡെർമൽ സെൽസ്, അതായത് എപ്പിഡെർമിസിലുള്ള സെൽസിന് വളരെ തിന്നായിട്ട്, വളരെ ഡെലിക്കേറ്റ് ആയിട്ട്, ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ്, മീൻസ് ഇപ്പൊ പൊട്ടും, എപ്പോ വേണമെങ്കിലും പൊട്ടാന്ന് പറയില്ലേ, അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ ഡെലിക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എപ്പിഡെർമൽ സെൽസ്, ചില എപ്പിഡെർമൽ സെൽസ് ഭയങ്കര ഫൈൻ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഇങ്ങനെ ഫോം ചെയ്യും. ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള കുഞ്ഞു 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 സ്ട്രക്ചർ ഫോം ചെയ്യും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്ട്രക്ചർ ആണ് ആര്, റൂട്ട് ഹെയർസ് എന്ന് പറയണത്. ഓക്കെ, റൂട്ട് ഹെയർസ്. ഈ റൂട്ട് ഹെയർസിന്റെ ഫങ്ഷൻ എന്താണെന്നറിയോ? റൂട്ട് ഹെയർസ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, വാട്ടറിനെയും മിനറൽസിനെയും ഒക്കെ അബ്സോർബ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, കിട്ടിയോ? അതായത് വാട്ടറിനെയും മിനറൽസിനെ, റൂട്ടിന്റെ ഫംഗ്ഷനെ അതല്ലേ, വാട്ടറിനെയും മിനറൽസിനെയും ഒക്കെ അബ്സോർബ് ചെയ്യുന്ന ആൾക്കാരാണെന്നല്ലേ നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ എന്താണ്, വാട്ടറും മിനറൽസിനെയും ഒക്കെ അബ്സോർബ് ചെയ്യുന്നത് ആക്ച്വലി ആരാണ്, നമ്മുടെ റൂട്ട് ഹെയർസ് ആണ്. ഓക്കെ, റൂട്ട് ഹെയർസ് ആണ് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ഒന്നുകൂടി ഈ പറഞ്ഞ കാര്യം, റീജിയൻസ് ഓഫ് റൂട്ട് എന്താണ്, നമ്മുടെ റീജിയൻസ് ഓഫ് റൂട്ട് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ റീജിയൻസ് ഉള്ളത്, അവർക്ക് ഏറ്റവും അറ്റത്തായിട്ട് ഒരു റൂട്ടിനെ സംബന്ധിച്ച്, ഒരു റൂട്ടിന്റെ ഏറ്റവും അറ്റത്ത് ഇവരെ ഏറ്റവും ഒരു റൂട്ടിനെ സംബന്ധിച്ച് ആ റൂട്ടിന്റെ ഏറ്റവും അറ്റത്ത് ഒരു പ്രൊട്ടക്ഷൻ ലെയർ ഉണ്ട്, ഒരു ക്യാപ്പ് പോലത്തെ ഒരു ആൾക്കാരുണ്ട്. അവര് ഈ സോയിലിന്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ സഹായിക്കുന്ന ആൾക്കാരാണ് അവര്. അവര് നമ്മൾ പറയുന്ന പേരാണ് റൂട്ട് ക്യാപ്പ് എന്ന് പറയും. ഓക്കെ, റൂട്ട് ക്യാപ്പ്. പിന്നെ ഈ റൂട്ട് ക്യാപ്പിന്റെ തൊട്ട് മുകളിലുള്ള റീജിയൻ, ഇത്രയും ഒരു പോർഷൻ റീജിയൻ, ആ റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. ആ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി റീജിയനിൽ എന്ത് സംഭവിക്കും, സെൽസ് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടുത്തെ സെൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, സ്മോൾ ആണ്, ഡെൻസ് പ്രോട്ടോപ്ലാസം ഉണ്ടായിരിക്കും, തിൻ വാൾഡ് ആണ്. കാരണം അവരുടെ വാൾസ് അല്ലെങ്കിൽ സൈസ് ഇൻക്രീസ് ചെയ്യാനോ ഒന്നും അവർക്ക് സമയമില്ല. അപ്പോഴേക്കും അവർ പിന്നെയും പിന്നെയും ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ഡിവിഷൻ നടക്കുന്ന ഏരിയയാണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി എന്ന് പറയും. മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. അതിന്റെ തൊട്ട് മുകളിലുള്ള ഈ ഒരു റീജിയൻ ആണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. അവിടുത്തെ ആ പേര് തന്നെ ഉണ്ട്, റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, അതുപോലെ തന്നെ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. ആ പേര് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടുത്തെ സെൽസ് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്യും, അവരുടെ സൈസ് ഇങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കും. സൈസ് ഇങ്ങനെ, റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്ത് വരുന്ന സെൽസ് പിന്നെ പോണത് റീജിയൻ ഓഫ് ഇലോങ്ങേഷനിലേക്കാണ്. അപ്പൊ അവര് പിന്നെ ഡിവൈഡ് ചെയ്യല്ല ചെയ്യണത്. അപ്പൊ ഈ കുഞ്ഞു സ്മോൾ സെൽസ് ആണല്ലോ, ഈ സെൽസ് വലുതാവും, അവരുടെ സൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ സൈസ് ഇൻക്രീസ് ചെയ്യുന്ന റീജിയൻ ആണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്തിട്ട് പിന്നെ റീജിയൻ ഓഫ് മെച്ചുറേഷൻ. റീജിയൻ ഓഫ് മെച്ചുറേഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തില്ല, സൈസും ഇൻക്രീസ് ചെയ്യൂല, ഇവർ ഡിവൈഡ് ചെയ്യുകയും ചെയ്യില്ല. ഓക്കെ, അവർക്ക് ഡിവിഷനുള്ള കപ്പാസിറ്റിയും ഇല്ല, സെൽസിന്റെ സൈസ് വലുതാവാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. പിന്നെ ഇവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഡിഫറൻസിയേഷൻ ആൻഡ് മെച്ചുറേഷൻ. നമ്മുടെ സെല്ല്
ഞാൻ ഇങ്ങനെയൊന്നും ആയാൽ പോരാ, ഞാൻ കുറച്ചുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് എനിക്ക് എന്റെ സ്വന്തമായിട്ടുള്ള ഫങ്ഷൻ ഒക്കെ വന്ന് ഇങ്ങനെ നിൽക്കണം, മെച്ചുവേർഡ് ആയിട്ട് നിൽക്കണം. അങ്ങനെ ഒരു വലിയ ഫങ്ഷൻസ് ഒക്കെ ഏറ്റെടുത്ത് മെച്ചുവേർഡ് ആയിട്ട് നിൽക്കുന്ന സെൽസിന് കാണുന്ന റീജിയൻ ആണ് എന്ത്? റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ഇനി റീജിയൻ ഓഫ് മെച്ചുറേഷന്റെ സെൽസിൽ ചില എപ്പിഡെർമൽ സെൽസ് എന്താവും? അവരുടെ പുറത്തേക്ക് റൂട്ട് ഹെയർസിന് ഉണ്ടാക്കും. റൂട്ട് ഹെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫൈൻ ഡെലിക്കേറ്റ് ആയിട്ടുള്ള തിന്നാണ്, ഫൈൻ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് റൂട്ട് ഹെയർസ് എന്ന് പറയുന്നത്. ഈ റൂട്ട് ഹെയർസ് എന്ത് ചെയ്യുന്നുണ്ട്? റൂട്ട് ഹെയർസ് ആണ് സോയിലിൽ നിന്ന് വാട്ടറിനെയും മിനറൽസിനെയും ഒക്കെ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് പ്ലാന്റിനെ സഹായിക്കുന്നത്. റൂട്ട് ഹെയർസ് വഴിയാണ് ഈ അബ്സോർപ്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. അല്ലാതെ വേറെ എവിടെയും വെച്ചിട്ട് അബ്സോർപ്ഷൻ നടക്കില്ല. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? വേറെ എവിടെയും വെച്ചിട്ട് അബ്സോർപ്ഷൻ പ്രോസസ് ഒന്നും നടക്കില്ല. അപ്പൊ ഇതാണ് ഒരു റീജിയൻ ഓഫ് റൂട്ട് എന്ന് പറയണത്. ഓക്കെ, കിട്ടിയല്ലോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് റൂട്ടിന്റെ ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് ഓഫ് റൂട്ട്. ഫങ്ഷൻസ് ഓഫ് റൂട്ട്. റൂട്ടിന്റെ മെയിൻ ഫങ്ഷൻ നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചിട്ടുള്ള മെയിൻ ഫങ്ഷൻ എന്താണ്? അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. ഇപ്പൊ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചൊരു സാധനം എന്താണ്? റീജിയൻ ഓഫ് മെച്ചുറേഷനിലുള്ള റൂട്ട് ഹെയർസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഈ അബ്സോർപ്ഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ സോയിലിൽ നിന്ന് എന്ത് ചെയ്യണത്? വാട്ടറിനെയും മിനറൽസിനെയും ഒക്കെ അബ്സോർബ് ചെയ്ത് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ആൾക്കാർ ആരാണ്? നമ്മുടെ റൂട്ട് ഹെയർസ് ആണ്, നമ്മൾ പഠിച്ചു അല്ലെ? അപ്പൊ റൂട്ടിന്റെ മെയിൻ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ്? നമ്മൾ പറയുന്നത് റൂട്ടിന്റെ മെയിൻ ഫങ്ഷൻസ്, അതായത് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. സോയിലിൽ നിന്ന് വാട്ടറിനെയും മിനറൽസിനെയും ഒക്കെ അബ്സോർബ് ചെയ്ത് എടുക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് ഫങ്ഷൻ. രണ്ടാമത്തെ ഫങ്ഷൻ പറയുന്നത് പ്രൊവൈഡിങ് പ്രോപ്പർ ആങ്കറേജ് ടു ദ പ്ലാന്റ് പാർട്സ്. അതായത് നമ്മൾ ഈ എന്താ പറയാ, ബേസ് സ്ട്രോങ് ആക്കുക എന്ന് പറയില്ലേ നമ്മള്? അതായത് എന്ത് ചെയ്യുവാണ് നമ്മള്? അവരിങ്ങനെ കറക്റ്റ് പൊസിഷനിൽ, അല്ലെങ്കിൽ ഒരു ഇപ്പൊ റൂട്ട് ഭയങ്കര വീക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും കടപുഴക്കി വീണു എന്ന് പറയും അല്ലെ? ഇപ്പൊ ചില പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, വേരോട് കൂടി വീഴുക എന്ന് പറയില്ലേ നമ്മള്? വേരോട് കൂടി വീഴുക എന്ന് പറയുമ്പോ അവരുടെ വേരുകൾ എന്താണ്? ആക്ച്വലി സ്ട്രോങ് അല്ല. വേര് ശരിക്കും സോയിലിൽ ഉറച്ചു നിന്നിട്ടില്ല. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യണത്? കടപുഴകി വീഴുന്നത് അല്ലെ? അപ്പം ഇവരെന്താണ് ചെയ്യണത്? ശരിക്കും ഒരു ഇത്രയും വലിയൊരു പ്ലാന്റിനെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ മീറ്ററുകൾ ഉയരം വരുന്ന ഒരു പ്ലാന്റിനെ ആ സോയിലിൽ ഉറപ്പിച്ചു നിർത്തുന്ന ആൾക്കാരാണ് ഈ റൂട്ട് അല്ലെ? അപ്പൊ പ്രൊവൈഡ് പ്രോപ്പർ ആങ്കറേജ്, ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബേസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് റൂട്ടിന്റെ വേറൊരു ഫങ്ഷൻ. അപ്പൊ ഫസ്റ്റ് പറഞ്ഞ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറും മിനറൽസിനെയും ഒക്കെ അബ്സോർബ് ചെയ്യുക. രണ്ടാമത്തെ ഫങ്ഷൻ നമ്മൾ പറഞ്ഞത് പ്രൊവൈഡ് പ്രോപ്പർ ആങ്കറേജ്, അല്ലെങ്കിൽ അവർക്കൊരു പ്രോപ്പർ സപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ബേസ് പ്രൊവൈഡ് ചെയ്യാം. ഒരു പ്ലാന്റിന് സ്ട്രോങ് ആയിട്ടുള്ള ബേസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് വേറൊരു ഫങ്ഷൻ. ഇനി അടുത്ത ഫങ്ഷൻ എന്താ? സ്റ്റോറിങ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. നമ്മുടെ പ്ലാന്റ്സിൽ ഇത് എല്ലാവരിലും ഇല്ല, ചിലവരിലൊക്കെ. അപ്പൊ നമ്മൾ ആദ്യം തൊട്ട് ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ പറയുന്ന എക്സാമ്പിൾ ആണ് ക്യാരറ്റ് അല്ലെ? ക്യാരറ്റ് എന്ന് പറയുന്നത് അവരുടെ ഫുഡാണ്, പ്ലാന്റ് ഉണ്ടാക്കുന്ന ഫുഡാണ്. അത് സ്റ്റോർ ചെയ്യണത് എവിടെയാണ്? റൂട്ടിലാണ്. അതുപോലെ നമ്മുടെ പൊട്ടാറ്റോ, സ്വീറ്റ് പൊട്ടാറ്റോസ് ഒക്കെ, കിഴങ്ങുകളൊക്കെ അല്ലേ നമുക്ക് താഴെ നിന്നല്ലേ കിട്ടുന്നത്? റൂട്ട് അടിയിൽ കിട്ടുന്നത്. ടാപ്പിയോക്ക അല്ല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് എവിടുന്നാ കിട്ടണത്? മണ്ണിന്റെ അടിയിൽ നിന്നല്ലേ? അപ്പൊ റൂട്ട് സിസ്റ്റത്തില് ചില പ്ലാന്റ്സ് ഇവരുടെ റൂട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ പ്ലാന്റ് പാർട്ടിന്റെ ഉള്ളിലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ഫുഡ് മെറ്റീരിയൽസ്. അപ്പൊ റിസർവ് ഫുഡ് മെറ്റീരിയൽസിന് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ആയിട്ടും ചില പ്ലാന്റ്സ് റൂട്ടിനെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഒരു ഫങ്ഷൻ പറയുന്നത് സിന്തസിസ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമുക്ക്, നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഹോർമോൺസ് ഇല്ലേ? ഹോർമോൺസ് ഉണ്ട്. കുറെ ഹോർമോൺസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ, ഹ്യൂമൻ ബീങ്സിൽ ഉണ്ടാവുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ പ്ലാന്റിനും ഇവരുടെ ഗ്രോത്തിനും എല്ലാത്തിനും, വളർച്ചയ്ക്ക്, പിന്നെ മെച്ചുറേഷന്, എല്ലാത്തിനും വേണ്ടിയിട്ട് കുറെ
പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഉണ്ട്. അവരുടെ ഹോർമോൺസ് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ ബോഡിയിൽ ഹോർമോൺസ് ഉള്ള പോലെ പ്ലാന്റ്സിന്റെ ബോഡിയിലും അവർക്ക് കുറെ കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കൽസിനെ സിന്തസൈസ് ചെയ്യുന്ന ഡ്യൂട്ടി ആർക്കുണ്ട്? ആ കെമിക്കൽസിനെ പറയുന്ന പേരാണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. ആ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ സിന്തസൈസ് ചെയ്യണത് ആരാണ്? റൂട്ടാണ്. എല്ലാ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെയും റൂട്ട് മാത്രമല്ല കേട്ടോ, സ്റ്റെമ്മിൽ നിന്ന് ഉണ്ടാവുന്ന ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ചില ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഉണ്ടാവുന്നത് എവിടെയാണ്? പ്ലാന്റിന്റെ റൂട്ടിലാണ്. അപ്പൊ അതും ഈ റൂട്ടിന്റെ ഒരു ഫങ്ഷൻ ആണ്. മേജർ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്ന 4 ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഫങ്ഷൻസ് ഓഫ് റൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള 4 ഉള്ളത്. അതിൽ മെയിൻ ഫങ്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? വാട്ടർ ആൻഡ് മിനറൽസിനെ കിട്ടുക എന്നുള്ളത്. പ്ലാന്റിന്റെ പ്ലാന്റിന് അവർക്ക് വേണ്ടിയിട്ടുള്ള വാട്ടറും മിനറൽസിനെയും ഒക്കെ സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന ആൾക്കാരാണ്? റൂട്ട് സിസ്റ്റം ആണ്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രോപ്പർ ആങ്കറേജ്, ഒരു പ്ലാന്റിന് വേണ്ട പ്രോപ്പർ ആങ്കറേജ്, അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഒക്കെ കൊടുക്കുക, അവരെ ആ ഒരു പ്ലാന്റിനെ സ്ട്രോങ് ആക്കി നിർത്തുക എന്നുള്ളതും അവരുടെ ഒരു ഫങ്ഷൻ ആണ്. ഓക്കെ. പിന്നെ മൂന്നാമത്തെ ഫങ്ഷൻ പറഞ്ഞത് റിസർവ് ഫുഡ് മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്യുക. അപ്പൊ കുറെ ഫുഡ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അപ്പൊ അവരൊക്കെ സ്റ്റോർ ചെയ്യണ ഫങ്ഷനും റൂട്ടിനുണ്ട്. ഓക്കെ. പിന്നെ അടുത്ത ഫങ്ഷൻ നമ്മൾ പറയുന്നത് സിന്തസിസ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. കുറെ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഉണ്ട്, ഹോർമോൺസ് ആണ് പ്ലാന്റിന്റെ. അപ്പൊ ഈ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ ഉണ്ടാക്കുന്ന ആൾക്കാരും ആരാണ്? റൂട്ടാണ്. അപ്പൊ ഇത്രയുമാണ് ഇവരുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയുമാണ് അവരുടെ ഫങ്ഷൻസ്. അപ്പൊ ഇത്രയാണ് നമ്മൾ റൂട്ട് സിസ്റ്റത്തിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ. ഇത്രയാണ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ആദ്യം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഉം. ആദ്യം നമ്മൾ പറഞ്ഞത്, അതായത് ഒരു റൂട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവരുടെ റാഡിക്കിളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞു. ഓക്കെ. അവരുടെ റാഡിക്കിൾ അല്ലെങ്കിൽ അവരുടെ എന്താണ്, ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് റാഡിക്കിളും പ്ലിമ്യൂളും ഒക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു റാഡിക്കിളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന പോർഷനാണ് അവര് റൂട്ട് എന്ന് പറയുന്നത്. ഈ റൂട്ട് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അപ്പൊ റൂട്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. ആദ്യത്തെ ടൈപ്പ് നമ്മൾ പറയുന്നത് ടാപ്പ് റൂട്ട് ആണ്. ടാപ്പ് റൂട്ട് ഉണ്ട്, ഫൈബ്രസ് റൂട്ട് ഉണ്ട്, അഡ്വെന്റീഷ്യസ് റൂട്ട് ഉണ്ട്. ഇങ്ങനെ 3 ടൈപ്പ് റൂട്ടിനെ പറ്റിയിട്ടാണ് നിങ്ങൾ പിന്നെ പഠിച്ചത്. ഫസ്റ്റത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട്. ടാപ്പ് റൂട്ടിന്റെ പ്രത്യേകത എന്താണ്? അവർക്കൊരു പ്രൈമറി റൂട്ട് ഉണ്ടായിരിക്കും, പിന്നെ സെക്കൻഡറി റൂട്ട്സ് ഉണ്ടായിരിക്കും, പിന്നെ ടെറിഷറി റൂട്ട്സ്. അങ്ങനെ അങ്ങനെ നമുക്ക് ഓരോ റൂട്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഫസ്റ്റ് റാഡിക്കിളിൽ നിന്ന് ഡയറക്റ്റ് ഫോം ചെയ്യുന്ന ആൾക്കാർ പ്രൈമറി റൂട്ട്, പിന്നെ അവരിൽ നിന്ന് പ്രൈമറി റൂട്ടിൽ നിന്ന് പിന്നെ വരുന്ന ആൾക്കാർ സെക്കൻഡറി, ടെറിഷറി. അങ്ങനെ നമുക്ക് റൂട്ടിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ ആൾക്കാരാണ് ടാപ്പ് റൂട്ട്. പൊതുവെ ഈ ടാപ്പ് റൂട്ട് കാണുന്ന ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ മസ്റ്റാർഡ് പ്ലാന്റ് ഇല്ലേ, മസ്റ്റാർഡ്, അതാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് ടാപ്പ് റൂട്ടിന് എക്സാമ്പിൾ. ഓക്കെ. ഇനി അടുത്ത ആൾക്കാരാണ് ആര്? ഫൈബ്രസ് റൂട്ട് എന്ന് പറയുന്നത്. ഈ ഫൈബ്രസ് റൂട്ട് പൊതുവെ കാണുക മോണോകോട്ട് പ്ലാന്റ്സിലാണ്. മോണോകോട്ടുകളിലാണ് ഫൈബ്രസ് റൂട്ട് ഉണ്ടാവുക. ഈ ഫൈബ്രസ് റൂട്ട് പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്താണ്? അവർക്ക് എന്തില്ല? ഉം ഇങ്ങനെ പ്രൈമറി റൂട്ട്, സെക്കൻഡറി റൂട്ട് അങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ റാഡിക്കിൾ ഷോർട്ട് ലിവ്ഡ് ആണ്. ഉം കുറച്ച് കാലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ റാഡിക്കിളിൽ നിന്ന് കുറെ 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 റൂട്ടുകൾ ഇങ്ങനെ ഇങ്ങനെ ചറപറ റൂട്ടുകൾ അങ്ങ് വരും. കുഞ്ഞു 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 റൂട്ടുകൾ അങ്ങ് വരും. അങ്ങനെ തുരിതുരാ റൂട്ടുകൾ നിൽക്കുന്നതിനെയാണ് നമ്മൾ ഫൈബ്രസ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ. അത് മോണോകോട്ടിലാണ് കാണുക. നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സാമ്പിൾ വീറ്റ് ആണ്, വീറ്റ് പ്ലാന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഇനി അടുത്ത റൂട്ട് സിസ്റ്റം ആണ് അഡ്വെന്റീഷ്യസ് റൂട്ട്. നമ്മളിപ്പോ പറഞ്ഞത് റാഡിക്കിളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റൂട്ടുകളാണ്. ഇനി റാഡിക്കിളിൽ നിന്നല്ലാതെ വേറെ പ്ലാന്റ് പാർട്ടിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റൂട്ടുകളാണ് ആര്? അഡ്വെന്റീഷ്യസ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഈ അഡ്വെന്റീഷ്യസ് റൂട്ട് ഉള്ളവർക്കും എന്തുണ്ടായിരിക്കും?
റാഡിക്കളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റൂട്ടുകൾ ഉണ്ടായിരിക്കും. റാഡിക്കളിൽ നിന്ന് നമ്മുടെ എല്ലാ പ്ലാന്റിലും ഉള്ള പോലെ റൂട്ട് ഉണ്ടായിരിക്കും. അതല്ലാതെ എക്സ്ട്രാ നമ്മൾ കാണുന്ന വേറെ പ്ലാന്റ് പാർട്ടിൽ നിന്ന്, ഇപ്പൊ ലീഫിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റെമ്മിൽ നിന്ന് ഒക്കെ റൂട്ട് ഒറിജിനേറ്റ് ചെയ്യും. അങ്ങനെ ഒറിജിനേറ്റ് ചെയ്യുന്ന റൂട്ടിനെയാണ് നമ്മൾ അഡ്വാൻറ്റേഷ്യസ് റൂട്ട് എന്ന് പറയാം. അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു എക്സാമ്പിൾ ആണ് ആര്? ബാനിയൻ ട്രീ. ബാനിയൻ ട്രീന്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരും മറക്കില്ലല്ലോ, എന്താണ് എന്നുള്ളത് അതിന് തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതാണ് റൂട്ട്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു റൂട്ടിന്റെ റീജിയൻസിനെ പറ്റിയിട്ടാണ് അല്ലെ? റീജിയൻസ് റീജിയൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തൊക്കെയാ ഉണ്ടാവുക? ഏറ്റവും അറ്റത്തായിട്ട് ഈ റൂട്ടിനെ മൊത്തം പ്രൊട്ടക്ട് ചെയ്തിട്ട് ഒരു കവറിങ്, ഒരു ക്യാപ്പ് പോലെ കിടക്കുന്ന ആൾക്കാര് റൂട്ട് ക്യാപ്പ്. പിന്നെ ആ റൂട്ട് ക്യാപ്പിന്റെ തൊട്ട് മുകളിലായിട്ട് അവർക്ക് എന്തുണ്ടായിരിക്കും? റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഉണ്ടായിരിക്കും. മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി റീജിയന്റെ പ്രത്യേകത എന്താണ്? അവരുടെ സെൽസ് എന്ന് പറയുന്നത് എപ്പോഴും ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ സെൽസ് സ്മോൾ ആയിരിക്കും, കുഞ്ഞ് സ്മോൾ സെൽസ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഡെൻസ് പ്രോട്ടോപ്ലാസം ആയിരിക്കും, തിൻ ബോൾഡ് ആയിരിക്കും. തിന്നാണ് കേട്ടോ, തിക്നെസ് ഉണ്ടാവില്ല, കുഞ്ഞ് സെൽസ് ആണ്. അപ്പൊ തിൻ ബോൾഡ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. അതിന്റെ തൊട്ട് മുകളിലുള്ള റീജിയൻ ആണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. ഇവിടെ എത്തുമ്പോ ഈ സെൽസ് എന്ത് ചെയ്യും? അവർക്ക് പിന്നെ ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അവരുടെ സൈസ് അവർ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ സൈസ് വലുതാക്കുന്ന, സൈസ് എൻലാർജ് ചെയ്യുന്ന റീജിയൻ ആണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിട്ട് അവരുടെ എന്താ പറയാ, റൂട്ട് വളർന്നോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവുക ഈ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ നോക്കുമ്പോഴാണ്. അപ്പൊ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത റീജിയൻ ആണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന റീജിയൻ ആരാ? റീജിയൻ ഓഫ് മെച്ചുറേഷൻ എന്ന് പറയുന്ന റീജിയൻ. ഈ റീജിയൻ ഓഫ് മെച്ചുറേഷന്റെ പ്രത്യേകത എന്താണ്? റീജിയൻ ഓഫ് മെച്ചുറേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഇവർക്ക് പിന്നെ ഡിവിഷൻ ഒന്നുമില്ല, സെൽസ് പിന്നെ ഡിവൈഡ് ചെയ്യൊന്നുമില്ല. പിന്നെ അവർക്ക് ആകെ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഭയങ്കര ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് മെച്ചുവർ ആയിട്ട് ഇരിക്കും. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് മെച്ചുവേർഡ് ആയിട്ട് ഇരിക്കുന്ന സമയമാണ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ റീജിയൻ ഓഫ് മെച്ചുറേഷനിൽ തന്നെ എന്തുണ്ട്? എന്തുണ്ട്? അവർക്ക് റൂട്ട് ഹെയേഴ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞു റൂട്ട് ഹെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സെൽസിന്റെ എപ്പിഡെർമൽ സെൽസ് ഇങ്ങനെ പുറത്തേക്ക് കുറച്ച് പ്രൊജക്ഷൻ പോലെ ഫൈൻ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ത്രെഡ്, നൂല് പോലത്തെ ഒരു സ്ട്രക്ചറിനെ ഉണ്ടാക്കും. ആ നൂല് പോലത്തെ സ്ട്രക്ചർ ആണ് ആര്? റൂട്ട് ഹെയേഴ്സ് എന്ന് പറയുന്നത്. ഈ റൂട്ട് ഹെയേഴ്സ് ആണ് ആക്ച്വലി ഒരു റൂട്ടിന്റെ എന്താണ്, വാട്ടറും മിനറൽസിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത്. വേറെ ഭാഗത്തിനൊന്നും എന്തില്ല, റൂട്ട് മീൻസ് അബ്സോർപ്ഷൻ ഉള്ള കപ്പാസിറ്റി ഇല്ല. അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആൾക്കാർ ആര് മാത്രമാണ്? വാട്ടറും മിനറൽസും മാത്രമാണ്. ഓക്കെ, ഇത്രയാണ് ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്, റീജിയൻ ഓഫ് റൂട്ട്, ഒരു റൂട്ടിന്റെ റീജിയൻ. ഇനി ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് പിന്നെ ഫങ്ഷൻസും കൂടി പറയാം. അതായത് ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നു? ഒരു റൂട്ടിന്റെ ഫങ്ഷൻസ്, മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. ഇവരുടെ വാട്ടർ ആൻഡ് മിനറൽസിനെ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഫങ്ഷൻ. പിന്നെ സെക്കൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇവർക്ക് ഒരു സപ്പോർട്ട്, പ്രോപ്പർ ആൻകറേജ് കൊടുക്കുക, അതായത് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്, ഒരു പ്ലാന്റിന് സപ്പോർട്ട് കൊടുക്കുക. പിന്നെ അടുത്തതാണ് സ്റ്റോറിംഗ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. അതായത് ചില പ്ലാന്റ്സ് മാത്രാട്ടോ, എല്ലാവരും അവരുടെ ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യണത് റൂട്ടിലല്ല. ചിലവര് സ്റ്റെമ്മിൽ സ്റ്റോർ ചെയ്യണവരുണ്ട്, ലീഫിൽ സ്റ്റോർ ചെയ്യുന്നവരുണ്ട്, ഫ്രൂട്ടിൽ ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ചില പ്ലാന്റ്സിന്റെ റൂട്ടിലായിരിക്കും ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുക. അങ്ങനെ റൂട്ടിൽ ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്നതും ഇവരുടെ ഒരു ഫങ്ഷൻ ആണ്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ക്യാരറ്റ്, പൊട്ടാറ്റോ, അങ്ങനത്തെയൊക്കെ, ടാപ്പിയോക്ക, അങ്ങനത്തെയൊക്കെ ആൾക്കാർ. ഓക്കെ, ഇനി വേറൊരു ഇവരുടെ ഫങ്ഷൻ ആണ് സിന്തസിസ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. പ്ലാന്റിന്റെ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. ഹോർമോൺസ് ആണ്, പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അവരുണ്ടാക്കുന്ന ഫങ്ഷനും ഈ റൂട്ടിന് ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് വരാൻ സാധ്യതയല്ല, ഇപ്പൊ ഇത്ര റൂട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഈ റൂട്ടിൽ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യതയുള്ള ഒരു ടേം ഉണ്ട്. എന്താണ് അത്? ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടേം.
ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞു സെൽസ് ഓഫ് ഇലോങ്ങേഷൻ, ഇലോങ്ങേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെൽസ് എന്ത് ചെയ്യും, റീജിയൻ ഓഫ് മെച്ചുറേഷനിൽ പോകും. അവിടെ എത്തുമ്പോൾ സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെച്ചുവേർഡ് ആവും എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ എന്താ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ സെൽസിന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ, അതായത് ആദ്യം ഇങ്ങനെ സെൽസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യല്ലോ, കുറെ 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 ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോ ഇവർക്ക് എന്തുണ്ട്, പിന്നെ അവർക്ക് എന്താ പറയാ, പിന്നെ അവര് ഒരു സ്പെസിഫിക് റോൾസ് ഒക്കെ. അപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ വീട്ടില് ഒരു 5 കുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കും. 5 കുട്ടികളുണ്ട്, കുഞ്ഞു കുട്ടികളാണ്, ഈ ബേബീസ് ആണ്, 1 വയസ്സായ കുട്ടികളാണ് വിചാരിക്കും. അവർ കുഞ്ഞാണ് അല്ലെ, അവർക്ക് ഇങ്ങനെ ഗ്രോത്ത് ഒക്കെ നടന്ന്, അവർക്ക് നമ്മൾ ഫുഡൊക്കെ കൊടുത്താ പിന്നെ അവർക്ക് ഇങ്ങനെ ഗ്രോത്ത് ഒക്കെ നടന്ന് കുഞ്ഞു കുട്ടികളാണ്, 1 വയസ്സുള്ള കുട്ടികളാണ്. പിന്നെ അവര് 5 കുട്ടികളുണ്ട്. പിന്നെ 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 അവരിങ്ങനെ വലുതാവും തോറും അവർക്ക് ഓരോരോ ഫങ്ഷൻസ് വരും അല്ലെ ഒരു വീട്ടില്. ഒരാള് ഇപ്പൊ എന്താ പറയാ, ഒരാള് ഇപ്പൊ അവർക്കൊരു 15 വയസ്സായി എന്ന് വിചാരിക്കും. ഉം. അപ്പൊ ചിലപ്പോ അതിലൊരു കുട്ടി ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെ പാർട്ട് ടൈം ഒക്കെ ആയിട്ട് നമ്മൾ ജോലിക്കൊക്കെ പോയില്ലേ, അങ്ങനെ ജോലിക്കൊക്കെ പോയിട്ട് എന്താണ് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. വേറൊരു കുട്ടി ചിലപ്പോ അവരുടെ അമ്മേനെ വീട്ടിൽ സഹായിക്കുന്നുണ്ടാവും. ഉം. വേറൊരു കുട്ടി ചിലപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഉം. വേറൊരാൾക്ക് വേറൊരു ഡ്യൂട്ടി ആയിരിക്കും. അങ്ങനെ അവര് വലുതാവുമ്പോ ഓരോരുത്തർക്കും ഡിഫറെന്റ് ഡിഫറെന്റ് ഡ്യൂട്ടീസ് വരും, അല്ലെങ്കിൽ ഡിഫറെന്റ് റോളുകൾ വരും, ആണല്ലോ. അങ്ങനെ ഡിഫറെന്റ് റോളുകൾ പിന്നെ അവർക്ക് ഇങ്ങനെ എന്താ പറയാ, കുഞ്ഞല്ലല്ലോ, നമ്മൾ ഫീഡ് ചെയ്ത് കൊടുത്ത് കുഞ്ഞി കുട്ടികളാണെന്ന് വിചാരിച്ച് നമ്മൾ ഫീഡ് ചെയ്ത് വളർത്തുമൊന്നും ഇല്ലല്ലോ. അവർ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനും അഭിപ്രായങ്ങൾ എടുക്കാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം വരില്ലേ. അതുപോലെയാണ് നമ്മുടെ സെൽസിന്റെ കേസും. അതായത് ആദ്യം സെൽസ് എന്ന് പറയുമ്പോൾ കുഞ്ഞാണ് അല്ലെ, ആ സെൽസ് വെറുതെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക മാത്രമേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് വെറും ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ജോലി എന്ന് പറഞ്ഞ പോലെ അവരിങ്ങനെ കുഞ്ഞു സെൽസ് ആയിരിക്കുമ്പോൾ അവരിങ്ങനെ ഡിവൈഡ് ചെയ്യുക, ഈ ഒരു പരിപാടി മാത്രമാണ് അവർക്കുള്ളത് ട്ടാ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് എന്ത് സംഭവിക്കുകയാണ്, കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഇങ്ങനെ കുറച്ച് ഡ്യൂട്ടീസ് ഒക്കെ അസൈൻ ചെയ്ത് കിട്ടും. ഡ്യൂട്ടീസ് ഇവർക്ക് സ്വന്തമായിട്ട് കുറച്ച് ഫങ്ഷൻസ് വരും. ഈ ഭാഗത്തുള്ള കുറച്ച് സെൽസിന് ഈ ഫങ്ഷൻ, ഈ ഭാഗത്തുള്ള സെൽസിന് ഈ ഫങ്ഷൻ. അങ്ങനെ ഇപ്പൊ പാരൻകൈമ സെൽസ് ആണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ സെൽസും ഈ പറയുമ്പോ ഉണ്ടാവണത് ഒരൊറ്റ സെല്ലിൽ നിന്നാണല്ലോ, സിംഗിൾ സെല്ലിൽ നിന്നല്ലേ ഈ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്ന ഓരോ സെല്ലുകളും ഉണ്ടായിട്ടുള്ളത് അല്ലെ. അപ്പൊ അവർക്ക് പിന്നെ വലുതാവുമ്പോ അവർക്ക് ഓരോ ഡ്യൂട്ടി കിട്ടുകയാണ്. ഞാൻ ഇന്ന ഡ്യൂട്ടി ചെയ്യും, അപ്പൊ ഞാൻ പാരൻകൈമ ആയിക്കോളാം, അപ്പൊ പാരൻകൈമയ്ക്ക് കുറെ ഫങ്ഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ചെയ്യാം. ഞാൻ കോളൻ കൈമയാവാം, അപ്പൊ ഞാൻ കോളൻ കൈമയുടെ ഫങ്ഷൻസ് ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം സെൽസ് കോളൻ കൈമയാവും. ഓക്കെ, അങ്ങനെ ഓരോരുത്തർക്കും ഡിഫറെന്റ് ഡിഫറെന്റ് റോൾസ് വരുന്ന സമയമാണ് എന്ത്, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതിനെയാണ് സെൽഫ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറയണത്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. അതാണ് സെൽസിന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ റീജിയൻ ഓഫ് മെച്ചുറേഷനിലാണ് ഈ സെൽ ഡിഫറൻസിയേഷൻ നടക്കുന്നത്. ഓക്കെ, റീജിയൻ ഓഫ് മെച്ചുറേഷനിൽ വെച്ചിട്ടാണ് സെൽസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതാണ് റീജിയൻ ഓഫ് മെച്ചുറേഷന്റെ പ്രത്യേകത. ഓക്കെ ആണല്ലോ. ഇനി സ്റ്റെം. ഇനി അടുത്ത റൂട്ട് കഴിഞ്ഞു. റൂട്ട് ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. റൂട്ട് നമ്മൾ കംപ്ലീറ്റ് ഒരു പ്രാവശ്യം പറഞ്ഞു, പിന്നെ ഒന്നുകൂടി റിവിഷൻ പോലെ ഒന്നുകൂടി പറഞ്ഞു. അതിൽ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ട് വരാനുള്ള ടേം ഞാൻ പറഞ്ഞു തന്നു. ഇനി അടുത്തതാണ് ആര്, സ്റ്റെം. സ്റ്റെം എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ. ഓക്കെ, ഈ സ്റ്റെമ്മിന്റെ എന്താണ്, സ്റ്റെം എന്ന് പറയുമ്പോൾ എന്താ, പ്ലുമ്യൂൾ എന്ന് ഫോം ചെയ്യണതാണ് അല്ലെ. നമ്മുടെ പ്ലുമ്യൂൾ എന്ന് ഫോം ചെയ്യുന്ന ആൾക്കാരാണ് സ്റ്റെം. അതായത് നമ്മുടെ സോയിലിന്റെ മേലെ വരുന്ന ഭാഗം, മറ്റേത് താഴെ വരുന്ന ഭാഗമായിരുന്നു. സോയിലിന്റെ മേലെ വരുന്ന ഭാഗമാണ് ഈ സ്റ്റെം എന്ന് പറയുന്നത്. സ്റ്റെമ്മിന്റെ പ്രത്യേകത എന്താണ്, അവർക്ക് നോഡ്സും ഇന്റർനോഡ്സും ഉണ്ട്. അതായത് ഇപ്പൊ ഒരു സ്റ്റെമ്മില് ലീഫ് ഉണ്ടാവുന്ന ഭാഗം ഉണ്ടല്ലോ, ലീഫ് ഫോം ചെയ്യുന്ന ഭാഗമാണ് നോഡ് എന്ന് പറയുന്നത്. രണ്ട് നോഡിന്റെ ഇടയ്ക്കുള്ള സ്ഥലത്തിനെയാണ് ഇന്റർനോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സ്റ്റെം പറയുവാണ്. ഇപ്പൊ
ഇത് സോയിലിന്റെ ഇവിടെ ഇങ്ങനെ സ്റ്റെം വന്നു. ഈ സ്റ്റെമ്മില് ലീഫ് ലീഫ് വരുന്നത് എവിടുന്നാണ്? ലീഫിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മൾ അത് പഠിക്കും. പക്ഷെ എന്നാലും ഇപ്പൊ നമ്മൾ പറയാ സ്റ്റെമ്മിന്ന് ഡയറക്റ്റ് ലീഫ് അങ്ങ് വരിക കുഞ്ഞി പ്ലാന്റിലാണല്ലോ, ചെറിയ പ്ലാന്റിൽ മാത്രമല്ലേ സ്റ്റെമ്മിന്ന് ഡയറക്റ്റ്. അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ബ്രാഞ്ച് ഇങ്ങനെ വരും അല്ലെ, ബ്രാഞ്ച് വന്നിട്ട് ഈ ബ്രാഞ്ചിന്റെ അറ്റത്തായിരിക്കും ലീഫ് ഫോം ചെയ്യുക അല്ലെ. ആ ലീഫ് ഫോം ചെയ്യുന്ന ഈ ഒരു പോർഷൻ, ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയണത്? നോഡ് എന്ന് പറയണത്. ഈ രണ്ട് നോഡുകളുടെ, ഇപ്പൊ ഇവിടെ ഒരു നോഡ് ഉണ്ട്, ഇവിടെ ഒരു നോഡ് ഉണ്ട് ആണല്ലോ. ഈ രണ്ട് നോഡുകളുടെ ഇടയിലുള്ള ഈ ഒരു സ്പേസ് ആണ് എന്ത്? ഇന്റർനോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നോഡ്, ഇന്റർനോഡ്. കിട്ടിയോ? അപ്പൊ ഒരു സ്റ്റെമ്മിൽ എന്തുണ്ട്? സ്റ്റെം എന്ന് പറയുന്നത് അസെൻഡിങ് പാർട്ടാണ്, ഷൂട്ട് സിസ്റ്റത്തിന്റെ അസെൻഡിങ് പാർട്ടാണ്. പ്ലുമ്യൂൾ എന്നാണ് ഫോം ചെയ്യണത്. അവർക്ക് എന്തുണ്ട്? നോഡൽ റീജിയൻസും ഉണ്ട്, ഇന്റർനോഡ്സും ഉണ്ട്. നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെമ്മിൽ ലീഫ് ഫോം ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് ഫോം പറയണത്? നോഡ് എന്ന് പറയണത്. രണ്ട് നോഡുകളുടെ ഇടയിലുള്ള റീജിയനെയാണ്, ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റെം വരച്ചിട്ട് ഇവിടെ ഒരു നോഡ്, ഇവിടെ ഒരു നോഡ്, ഈ രണ്ട് നോഡിന്റെ ഇടയിലുള്ള ഈ ഒരു റീജിയൻ ഉണ്ടല്ലോ, ആ റീജിയനെയാണ് നമ്മൾ ഇന്റർനോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർനോഡ്സ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ സ്റ്റെമ്മിൽ എന്തുണ്ട്? ബഡ്സ് ഫോം ചെയ്യും, ബഡ്സ് ഉണ്ട്. ഓക്കെ, അത് ഈ ഒരു കുഞ്ഞി പ്ലാന്റ് നമ്മൾ നട്ട ഒരു കുഞ്ഞി പ്ലാന്റ് ആണെന്ന് വിചാരിക്കും. ആ കുഞ്ഞി പ്ലാന്റിൽ നമുക്ക് കാണാനായിട്ട് പറ്റും എന്ത്, ഇങ്ങനെ അവരിങ്ങനെ വളർന്ന് വളർന്ന് ലീഫ് ഫോം ചെയ്യണത്, അല്ലെങ്കിൽ ഈ അറ്റത്ത് സ്റ്റെമ്മിന്റെ ഏറ്റവും അറ്റത്ത് ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന ഒരു ബഡ് ഉണ്ടായിരിക്കും. ആ ബഡ് നിന്നാണ് പിന്നെ ഈ സ്റ്റെം ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലീഫ് ഫോം ചെയ്യുക. വീണ്ടും ഇപ്പൊ ഇങ്ങനെ ഒരു ലീഫ് വന്നിട്ട് ഇവിടെ ഒരു ബഡ് ഉണ്ടായിരിക്കും, ഈ അറ്റത്ത് ഒരു ബഡ് ഫോം ചെയ്യും. ഈ ബഡിന്ന് മേ ബി ഒരു വലിയൊരു ലീഫ് ഫോം ചെയ്യും. അപ്പൊ ഇത് പിന്നെ ഇങ്ങനെ വളരും, സ്റ്റെം വളരും. പിന്നെ ഇവിടെ ഒരു ലീഫ് ഇങ്ങനെ ഫോം ചെയ്യും, പിന്നെ അടുത്ത സ്റ്റെം. അങ്ങനെ അവർക്ക് ആരുണ്ട്? ബഡുകൾ ഉണ്ട്. ഈ ബഡ്സ് എന്ന് പറയുന്നത് എന്തുമായിരിക്കാം? ഒന്നില്ലെങ്കിൽ ടെർമിനൽ ബഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആക്സിലറി ബഡ്സ്. ടെർമിനൽ ബഡ്സ് എന്ന് പറയുമ്പോൾ ടെർമിനൽ അതായത് അറ്റത്ത് ഉള്ള ആൾക്കാരാണ് ടെർമിനൽ ബഡ്സ്. ആക്സിലറി ബഡ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെം ഇങ്ങനെ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വരുന്ന ബഡുകളാണ് ആക്സിലറി ബഡ്സ്. ഓക്കെ, ഇവിടെ വരുന്ന ബഡ് ആണെങ്കിൽ, ഏറ്റവും അറ്റത്ത് ഫോം ചെയ്യുന്ന ബഡ് ആണെങ്കിൽ അവരെ നമ്മൾ ടെർമിനൽ ബഡ്സ് എന്ന് പറയും. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഫോം ചെയ്യണ, ഇതിന്റെ നടുവിലൊക്കെ ആയിട്ട് ഫോം ചെയ്യണതാണെങ്കിൽ ആക്സിലറി ബഡ്സ് എന്ന് പറയും. ഓക്കെ, പിന്നെ ഈ സ്റ്റെമ്മിന് എന്തുണ്ട്? പിന്നെ ഈ സ്റ്റെം എന്ന് പറയുന്നത് യൂഷ്വലി ഗ്രീൻ കളർ ആയിരിക്കും അല്ലെ. നമുക്കറിയാലോ, നമ്മളൊരു പ്ലാന്റ്, ഒരു കുഞ്ഞി ചെടി നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റെം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഗ്രീൻ കളർ ആയിരിക്കും അല്ലെ. ഗ്രീൻ കളർ ആയിരിക്കും അവരുടെ സ്റ്റെം ഉണ്ടായിരിക്കുക. പിന്നെ അത് വലുതാവും തോറും ഇവരെന്ത് ചെയ്യും? ബ്രൗൺ കളർ, ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് മാറും. പിന്നെ നല്ല വുഡി, നല്ല തിക്കായിട്ട്, നല്ല മരം അല്ലെ. നമ്മൾ തേക്കൊക്കെ നമ്മൾ എന്താ പറയാ, എന്താ വീടിന്റെ വാതിലുണ്ടാക്കാനും ജനലുണ്ടാക്കാനൊക്കെ ഈ തേക്ക് എടുക്കുമ്പോ ഇവരുടെ സ്റ്റെമ്മല്ലേ എടുക്കണത്? നല്ല കട്ടിയുള്ള മരമല്ലേ അല്ലെ. അപ്പൊ അത് പച്ച കളറല്ലല്ലോ, അത് ബ്രൗൺ കളർ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളർ അല്ലേ. അപ്പൊ ആദ്യം ഒരു കുഞ്ഞു പ്ലാന്റിലൊക്കെ ആണെങ്കിൽ, യങ് സ്റ്റെം ആണെങ്കിൽ അതിന് ഗ്രീൻ കളർ ആയിരിക്കും. പിന്നെ അത് മെച്ചുവേർഡ് ആയി വലുതാവും തോറും അവരെന്തായിട്ട് വരും? ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ കളറിലേക്കൊക്കെ പോകും. അപ്പൊ ഇത്രയാണ് ഒരു സ്റ്റെം എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റെമ്മിൽ നമുക്ക് കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതായത് എന്താ പറയുന്നത്? സ്റ്റെം എന്ന് പറയുമ്പോൾ അവർക്ക് ഷൂട്ട് സിസ്റ്റത്തിന്റെ അസെൻഡിങ് പാർട്ട്, മേലോട്ട് കാണുന്ന ഭാഗമാണ്. പിന്നെ പ്ലുമ്യൂൾ എന്നാണ് ഇവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇവർക്ക് നോഡ്സും ഇന്റർനോഡ്സും ഉണ്ട്. നോഡ്സ് എന്ന് പറയുന്നത് ഇവരുടെ എന്താണ്? ലീവ്സ് കാണുന്ന ഭാഗമാണ് നോഡ്സ്. ഇന്റർനോഡ്സ് എന്ന് പറയുന്നത് രണ്ട് നോഡ്സിന്റെ ഇടയിലുള്ള പോർഷനെയാണ് ഇന്റർനോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റെംസിൽ ബഡ്സ് ഉണ്ട്. ആ ബഡ്സിന് ടെർമിനൽ ബഡ്സും ഉണ്ട്, ആക്സിലറി ബഡ്സും ഉണ്ട്. ടെർമിനൽ ബഡ്സ് എന്ന് പറയുമ്പോൾ അറ്റത്ത് കാണുന്ന ബഡ്സ് ആണ്. പിന്നെ ആക്സിലറി ബഡ്സ് എന്ന് പറയുന്നത് എന്താണ്?
ആക്സിലറി ബഡ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്റ്റെമ്മിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് അറ്റത്തല്ലാത്ത വേറെ എവിടെയെങ്കിലുമൊക്കെ ബഡ്സ് കാണുവാണെങ്കിൽ അതാണ് ആക്സിലറി ബഡ്സ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റെംസ് യൂഷ്വലി ഗ്രീൻ കളറാണ് യങ് ആയിട്ടിരിക്കുമ്പോൾ. പിന്നെ വലുതാവുമ്പോൾ അവര് ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ കളറിലോട്ടൊക്കെ പോകും. ഓക്കെ, ഇനി ഫങ്ഷൻസ് എന്താണ് ഇവരുടെ? അതായത് നമ്മുടെ ഇപ്പോ നമ്മള് മെയിൻ ഫങ്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്, അതായത് ബ്രാഞ്ചസ് ഉണ്ടാക്കുക. സ്റ്റെമ്മ് മാത്രമല്ലല്ലോ, അവർക്ക് ലീവ്സ് ഒക്കെ വേണ്ടേ? ഫോട്ടോസിന്തസിസ് നടത്തുന്ന ലീവ്സ് ഒക്കെ അല്ലേ? അപ്പൊ ലീവ്സ് ഉണ്ടാക്കുക, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ബ്രാഞ്ചസ് ഫോം ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെമ്മിന്റെ ഒരു ഫങ്ഷൻ. പിന്നെ രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ റൂട്ട് വാട്ടറിനെ മിനറൽസിനെ ഒക്കെ അബ്സോർബ് ചെയ്തു അല്ലേ? ഈ അബ്സോർബ് ചെയ്ത വാട്ടറിനെ മിനറൽസിനെ ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യണ്ടേ? അതായത് ലീഫിലേക്കും ഫ്ലവറിലേക്കും ഏറ്റവും ടോപ്പ് വരെ എത്തണ്ടേ ഈ വെള്ളം? റൂട്ടിന് മാത്രം വെള്ളം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, പ്ലാന്റിന്റെ ബാക്കി ഭാഗങ്ങൾക്കൊക്കെ വെള്ളം കിട്ടണ്ടേ? അങ്ങനെ അവരെ ഒക്കെ ഈ വാട്ടറിനെ മിനറൽസിനെ ഒക്കെ എല്ലായിടത്തേക്കും കണ്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഈ സ്റ്റെം വഴിയാണ്. അതുപോലെ നമ്മുടെ ഫോട്ടോസിന്തസിസ് വഴി നമ്മുടെ ലീവ്സ് ആരാ ഉണ്ടാക്കി? ഫുഡ് ഉണ്ടാക്കി. ആ ഫുഡിനെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കണ്ടേ? ലീഫിന് മാത്രം ഫുഡ് കിട്ടിയത് കൊണ്ട് കാര്യമുണ്ടോ? ആ ലീഫിൽ കിട്ടിയ ഫുഡിനെ ബാക്കി എല്ലാ ഭാഗത്തേക്കും എത്തിക്കണ്ടേ? അങ്ങനെ ഫുഡിനെ എല്ലാ ഭാഗത്തേക്കും, ഫോട്ടോസിന്തേസ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ആൾക്കാരെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നതും ആരാണ്? സ്റ്റെമ്മാണ്. പിന്നെ ചില സ്റ്റെമ്മുകൾ ഈ പറഞ്ഞ പോലെ സ്റ്റോറേജ് ഓഫ് ഫുഡ് മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്യും. പിന്നെ സപ്പോർട്ട് കൊടുക്കും, സപ്പോർട്ട് പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കും. പിന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില പ്ലാന്റിന്റെ റൂട്ട് ഇല്ലെങ്കിൽ പോലും ആ നമ്മൾ പറയില്ലേ, പ്ലാന്റിന്റെ എന്താ പറയാ, നമ്മളിപ്പോ റോസ് പൂ അല്ലെങ്കിൽ നമ്മുടെ ചെമ്പരത്തി, ഹിബിസ്കസ്, ഇതിന്റെയൊക്കെ നമ്മൾ ആ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒരു കുഞ്ഞു ഭാഗം ഒടിച്ചു കൊണ്ടുവരൂലേ? ആ സ്റ്റെം ഒടിച്ചു കൊണ്ടുവരൂലേ? ഇതിന്റെ ഒരു കഷ്ണം ഞങ്ങൾ എടുക്കട്ടെ എന്ന് വെച്ചിട്ട് കുഞ്ഞൊരു സ്റ്റെമ്മ് മാത്രം നമ്മൾ ഒടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ മുറ്റത്ത് നടുമ്പോൾ അത് ഉണ്ടാവുന്നില്ലേ? ഇല്ലേ? അങ്ങനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ അതാണ്. ഓക്കെ, റൂട്ടൊന്നും ഇല്ലെങ്കിലും അവർ പ്രൊപ്പഗേറ്റ് ചെയ്ത് വരും. അങ്ങനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്തും. അതും ഈ സ്റ്റെമ്മിന്റെ ഫങ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവർക്ക് ബ്രാഞ്ചസ് ഒക്കെ ഫോം ചെയ്തിട്ട് ലീഫിനെയും ഫ്ലവറിനെയും ഫ്രൂട്ടിനെയും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത് സ്റ്റെമ്മിന്റെ ഫങ്ഷൻ ആണ്. പിന്നെ വാട്ടർ, മിനറൽസ്, ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാവുന്ന ആൾക്കാരെയൊക്കെ എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണ്ടക്ട് ചെയ്ത് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത് സ്റ്റെമ്മാണ്. പിന്നെ ചില സ്റ്റെമ്മ് ഫുഡ് മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്യും. നമ്മുടെ കരിമ്പൊക്കെ അല്ലേ? അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഫുഡ് മെറ്റീരിയൽസിന് സ്റ്റോർ ചെയ്യും. പിന്നെ സപ്പോർട്ട്, അതായത് ഒരു സപ്പോർട്ട് കൊടുക്കും, പ്ലാന്റിന് സപ്പോർട്ട് കൊടുക്കും. നല്ല വുഡി സ്റ്റെം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര കാറ്റടിച്ചാലും വീഴാതെ ആ പ്ലാന്റിനെ പിടിച്ചു നിർത്തുന്നത് ആ സ്റ്റെം അല്ലേ? റൂട്ടിന്റെ ഒപ്പം തന്നെ സ്റ്റെമ്മും ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രൊട്ടക്ഷൻ, പിന്നെ അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ പ്ലാന്റിനെ വേറെ എങ്ങോട്ടെങ്കിലും പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതും സ്റ്റെമ്മ് ചെയ്യും. ആ ഒരു ഡ്യൂട്ടിയും സ്റ്റെമ്മ് ചെയ്യും. ഇത്രയാണ് റൂട്ട് സ്റ്റെമ്മും പഠിക്കാനുള്ളത്. ഓക്കെ, സ്റ്റെമ്മിൽ ഇത്രേ പഠിക്കാനുള്ളൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് ലീഫാണ്. അത് മിസ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പൊ ഇത്ര എടുത്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഈ റൂട്ടും എടുത്തു, സ്റ്റെമ്മും കൊടുത്ത്, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു.